Good morning. Good morning, ma'am. Morning, ma'am. Okay, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എവിടെ വരെയാണ് കൺസേൺ നോട്ട് റിക്വയർഡ് വരെയല്ലേ എത്തിയത്? Yes, ma'am. ഓക്കെ, അത് കംപ്ലീറ്റ് ആയില്ലല്ലോ അല്ലെ? കുറച്ച് പോയിന്റ്സ് അല്ലേ നമ്മൾ പറഞ്ഞോളൂ. New admission to ഓക്കെ, ന്യൂ അഡ്മിഷൻ ടു പ്രിസൺ വരെ പറഞ്ഞു അല്ലെ? അപ്പൊ കൺസേൺ ആവശ്യമില്ലാത്ത കേസസ് അല്ലെങ്കിൽ സിറ്റുവേഷൻസ് ആണ് നമ്മൾ പറഞ്ഞത്. ഒരു മെഡിക്കൽ എമർജൻസി വന്നാൽ അല്ലെ, ഒരു മെഡിക്കൽ എമർജൻസി കേസ് വന്നു കഴിഞ്ഞാൽ അത്തരം സാഹചര്യങ്ങളിൽ ഒരു കൺസേൺ ആവശ്യമായി വരുന്നില്ല. അതുപോലെ തന്നെ നോട്ടിഫയബിൾ ഡിസീസുകൾ, എന്തെങ്കിലും ശ്രദ്ധേയമായിട്ടുള്ള രോഗങ്ങൾ, ഇപ്പൊ പകർച്ചവ്യാധികളാവാം, അത്തരത്തിലുള്ള എന്തെങ്കിലും രോഗങ്ങൾ കണ്ടെത്തിയാൽ അല്ലെങ്കിൽ അത് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടോ നമുക്ക് ടെസ്റ്റുകൾ ചെയ്യണമെങ്കിൽ അത് ആ വ്യക്തിയുടെ കൺസേൺ ഇല്ലെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ ഇമിഗ്രൻസ് അല്ലെ, കുടിയേറ്റക്കാര്, പുറത്തു നിന്നൊക്കെ വരുന്ന ആളുകളുടെ കൃത്യമായിട്ട് അവർക്ക് എന്തെങ്കിലും രോഗങ്ങളോ കാര്യങ്ങളോ ഉണ്ടോ ഇത് പരിശോധിച്ചിട്ടാണ് നമ്മുടെ നാട്ടിലേക്ക് അവിടുന്ന് ആ ഒരു എയർപോർട്ടിൽ നിന്ന് അവരെ കടത്തിവിടുക. അവിടെയും ഒരു സമ്മതം നമുക്ക് ആവശ്യമായി വരുന്നില്ല. അതുപോലെ ന്യൂ അഡ്മിഷൻ ടു പ്രിസണിലേക്ക് പുതിയതായിട്ട് അല്ലെങ്കിൽ ജയിലിലേക്ക് പുതിയതായിട്ടുള്ള ഒരു പ്രവേശനം കൊണ്ടുവരുമ്പോൾ അത്തരം ആളുകളുടെ നമ്മുടെ ആ ഒരു പ്രിസണിന്റെ പ്രൊസീജിയേഴ്സിന്റെ ഭാഗമായിട്ടുള്ളതാണ്. അപ്പൊ അവരുടെ കൺസേൺ ഇല്ലെങ്കിൽ പോലും നമുക്ക് ആ ഒരു നടപടിക്രമം പൂർത്തിയാക്കേണ്ടതായിട്ടുണ്ട്. ഇത്തരം സന്ദർഭങ്ങളിൽ കൺസേൺ ആവശ്യമായി ഇല്ല എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. ക്ലിയറല്ലേ ആ ഭാഗം? ക്ലിയറല്ലേ? ഓക്കെ. Then നെക്സ്റ്റ് നമ്മൾ ഇതിനോടനുബന്ധമായിട്ടുള്ള കൺസേണുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ പറയുന്നത്. നെക്സ്റ്റ് വൺ, കോർട്ട് ഓർഡർ ഫോർ എക്സാമിനേഷൻ ആൻഡ് ട്രീറ്റ്മെന്റ്. അപ്പൊ ഒരു വ്യക്തിയെ പരിശോധിക്കാനും അവർക്ക് ചികിത്സ നൽകാനുമായിട്ട് കോടതിയുടെ ഉത്തരവുണ്ടെന്ന് വിചാരിക്കാം. അങ്ങനെ കോടതിയുടെ ഉത്തരവുണ്ടെങ്കിൽ അവർക്ക് കൃത്യമായ പരിശോധനകൾ നടത്താം, കൃത്യമായിട്ട് അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെന്റുകൾ നടത്താം. അത് ആ ഒരു വ്യക്തിയുടെ സമ്മതമില്ല എങ്കിൽ പോലും ആ കോടതി ഉത്തരവ് പ്രകാരം നമുക്കത് ചെയ്യാവുന്നതാണ്. അതാണ് നെക്സ്റ്റ് പറയുന്നത്, കോർട്ട് ഓർഡേഴ്സ് ഫോർ എക്സാമിനേഷൻ ആൻഡ് ട്രീറ്റ്മെന്റ്. ഒരു വ്യക്തിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കോടതിയിൽ ഒരു ഉത്തരവുണ്ട്, അവർക്ക് കൃത്യമായ പരിശോധനകൾ ചെയ്ത് അവർക്ക് ആവശ്യമായ ട്രീറ്റ്മെന്റുകൾ കൊടുക്കുക എന്ന് കോടതിയുടെ ഉത്തരവുണ്ട് എങ്കിൽ അവിടെ നമുക്ക് അവരുടെ കൺസേൺ ആവശ്യമായി വരുന്നില്ല. അവർക്ക് ആവശ്യമായ എല്ലാ പരിശോധനകളും നമുക്ക് ചെയ്യാം, അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെന്റുകൾ നൽകാവുന്നതാണ്. നെക്സ്റ്റ് പറയുന്നത്, അണ്ടർ സെക്ഷൻ 53 ഓഫ് CRPC a person can be examined on request of the policy by use of force. എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത്? അണ്ടർ സെക്ഷൻ 53(1) ഓഫ് CRPC, ദ കോഡ് ഓഫ് ക്രിമിനൽ പ്രൊസീജിയേഴ്സ്. കേട്ടോ, CRPC എന്ന് പറഞ്ഞാൽ കോഡ് ഓഫ് ക്രിമിനൽ പ്രൊസീജിയേഴ്സ് ആണ്. അതിൽ 53 എന്ന് പറയുന്ന സെക്ഷനിൽ പറയുന്നത്, ഒരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു അംഗീകൃതമായിട്ടുള്ള അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു മെഡിക്കൽ പ്രാക്ടീഷണർക്ക് ഒരു പോലീസിന്റെ റിക്വസ്റ്റ് പ്രകാരം, പോലീസ് അതായത് ഒരു പോലീസ് ഓഫീസർ ബിലോ ദ റാങ്ക് ഓഫ് സബ് ഇൻസ്പെക്ടറുടെ റാങ്കിൽ കുറയാത്ത ഒരു പോലീസ് ഓഫീസർ റിക്വസ്റ്റ് ചെയ്യാണ് ഒരു രജിസ്റ്റേർഡ് ആയിട്ടുള്ള മെഡിക്കൽ പ്രാക്ടീഷണറിനോട് റിക്വസ്റ്റ് നടന്നതാണ്. അതായത് ഒരു വ്യക്തി, അതായത് എന്തെങ്കിലും ഒരു ക്രൈമുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയെ പരിശോധിക്കണം എന്നൊരു റിക്വസ്റ്റ് വരാണെങ്കിൽ നമുക്കത് ചെയ്തു കൊടുക്കാം. അത് ആ ഒരു വ്യക്തിയുടെ സമ്മതമില്ലെങ്കിൽ പോലും പരിശോധിക്കാം. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാല് ആ ഒരു ഇൻസ്പെക്ടറിന് തോന്നുകയാണ് ഈ ഒരു ക്രൈമുമായി ബന്ധപ്പെട്ട് ഈ അറസ്റ്റ് ചെയ്ത വ്യക്തിയെ പരിശോധിക്കുകയാണ്. ഇപ്പൊ നിങ്ങൾ സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ, ഒരുപാട് ഇപ്പൊ നമ്മുടെ ആ ഒരു ദേഹ പരിശോധനകളിലൂടെയും നമുക്ക് പലതിന്റെയും തെളിവുകൾ കിട്ടാറുണ്ട്, ശരിയല്ലേ? അപ്പൊ അങ്ങനെ എന്തെങ്കിലും എവിഡൻസ് ഈ ഒരു പരിശോധനയിലൂടെ അവർ വിശ്വസിക്കുന്ന ആരെയാണ്, ഒരു റീസണബിൾ ആയിട്ടുള്ള ഒരു എന്തെങ്കിലും ഒരു ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എവിഡൻസ് ഈ ഒരു ക്രൈമുമായി ബന്ധപ്പെട്ട് ഈ പരിശോധനയിൽ നിന്ന് അവർക്ക് ലഭിക്കും എന്ന വിശ്വാസമുണ്ട് എങ്കിൽ അത്തരം കണ്ടീഷനിൽ ആ ക്രൈം ചെയ്ത വ്യക്തിയെ പരിശോധിക്കാനായിട്ട്, എക്സാമിനേഷൻ നടത്താനായിട്ട് സബ് ഇൻസ്പെക്ടറിൽ കുറയാത്ത, ആ ഒരു പൊസിഷനിൽ കുറയാത്ത ഏതൊരു പോലീസ് ഓഫീസറും റിക്വസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ആ റിക്വസ്റ്റ് പരിഗണിക്കാവുന്നതാണ്. ആ ഒരു ഓതറൈസ്ഡ് ആയിട്ടുള്ള രജിസ്റ്റേർഡ് ആയിട്ടുള്ള മെഡിക്കൽ പ്രാക്ടീഷണറിന് അത് ചെയ്തും കൊടുക്കാവുന്നതാണ്. അപ്പൊ അവിടെ ആ ഒരു വ്യക്തിയുടെ സമ്മതം ആവശ്യമില്ലാന്ന്
മനസ്സിലായോ എന്താണ് CRPC പറയുന്നത് എന്താണ്? അണ്ടർ സെക്ഷൻ 53, അതായത് ക്രിമിനൽ പ്രൊസീജിയർ കോഡ് ഓഫ് ക്രിമിനൽ പ്രൊസീജിയേഴ്സില് സെക്ഷൻ 53 പറയുന്നത് ഒരു ക്രൈം ചെയ്ത, അതായത് ക്രൈം ചെയ്തു, നമ്മൾ അവരെ അറസ്റ്റ് ചെയ്തു. ആ അറസ്റ്റ് ചെയ്ത വ്യക്തിയെ പരിശോധനയ്ക്കായിട്ട് അവരുടെ ദേഹ പരിശോധനയോ മറ്റെന്തെങ്കിലും ശാരീരിക പരിശോധനയോ കാര്യങ്ങളോ ഒക്കെ നടത്തണമെന്ന് ഈ ഒരു പോലീസ് ഓഫീസർ, സബ് ഇൻസ്പെക്ടർ റാങ്കിൽ കുറയാത്ത ഒരു പോലീസ് ഓഫീസറെ റിക്വസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു രജിസ്റ്റേർഡ് ആയിട്ടുള്ള മെഡിക്കൽ പ്രാക്ടീഷണർ അത് ചെയ്തു കൊടുക്കാവുന്നതാണ്. അതിന് ആ ഒരു വ്യക്തിയുടെ സമ്മതം ആവശ്യമായി വരുന്നില്ല. കാരണം എന്തുകൊണ്ടാ? ആ പോലീസ് ഓഫീസർ വിശ്വസിക്കുന്നത്, ബിലീവ് ചെയ്യുന്നത് ഈ പരിശോധനയിലൂടെ നമുക്ക് ആ ക്രൈമുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും എവിഡൻസ് അല്ലെങ്കിൽ തെളിവ് കിട്ടും എന്ന് ഉറപ്പുണ്ടെങ്കിൽ, ഡ്രഗ് യൂസ് ചെയ്തു എന്ന് വെച്ചാൽ അതെ പലതും നോക്കാം കേട്ടോ. ഡ്രഗ് യൂസ് ചെയ്തിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കാം, അതുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രീതിയിലുള്ള കാര്യങ്ങൾ നോക്കാം. അതിങ്ങനെ എന്തു ആവാം കേട്ടോ, എന്തു ആവാം. ആ ഒരു ക്രൈമുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും തെളിവ് അത് അവരുടെ ശരീരത്തിൽ പരിശോധനയിൽ നിന്ന് കിട്ടുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ, അവരുടെ അല്ലെങ്കിൽ ഒരു വിശ്വാസമുണ്ട് എങ്കിൽ ചെയ്യാവുന്നതാണ് റിക്വസ്റ്റ് പ്രകാരം. അതാ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ക്ലിയർ ആയോ അത്? അപ്പൊ അവിടെ ആ ഒരു വ്യക്തിയുടെ സമ്മതം നമുക്ക് ആവശ്യമില്ല. ആ പോലീസ് ഓഫീസറുടെ റിക്വസ്റ്റ് പ്രകാരം ആ ഒരു മെഡിക്കൽ പ്രാക്ടീഷണറിന് അത് ചെയ്തു കൊടുക്കാവുന്നതാണ്. ക്ലിയർ ആണോ? മനസ്സിലായോ? ഓക്കെ. നെക്സ്റ്റ് വൺ പറയുന്നത് മെമ്പേഴ്സ് ഓഫ് ആർമഡ് ഫോഴ്സസ് ഓൺ റിക്വസ്റ്റ് ഓഫ് കോമ്പീറ്റന്റ് അതോറിറ്റി ഇൻ റൈറ്റിംഗ്. അതുപോലെ തന്നെ ഇപ്പൊ നമുക്കറിയാം ഈ ആർമഡ് ഫോഴ്സുകൾ അല്ലെ, യോഗ്യതയുള്ള നമ്മുടെ ആ ഒരു കോമ്പീറ്റന്റ് അതോറിറ്റി ഇൻ റൈറ്റിംഗ്. ഇപ്പൊ നമുക്കറിയാലോ ഈ ആയുധ സേനയിലേക്കൊക്കെയുള്ള നമ്മുടെ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരുപാട് പരീക്ഷകളും ഒരുപാട് പരിശോധനകളും ശാരീരിക പരിശോധനകളൊക്കെ നടത്താറുണ്ട് അല്ലേ? ഇല്ലേ? നടത്താറുണ്ടോ? അപ്പൊ അവിടെ യോഗ്യതയുള്ള അധികാരിയിൽ നിന്ന് ആ ഒരു റിക്വസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ, ആ ഒരു അഭ്യർത്ഥന കിട്ടിക്കഴിഞ്ഞാൽ ആ പറയുന്ന വ്യക്തി അത് അവരുടെ എന്താണ് സെലക്ഷൻ പ്രൊസീജിയറിന്റെ ഭാഗമായിട്ട് ചെയ്യുന്ന കാര്യമാണ് അല്ലെ. അപ്പൊ അവിടെ നമുക്ക് ആ ഒരു റൈറ്റിംഗ്, ഇപ്പൊ അവരുടെ എഴുത്ത് പരീക്ഷയുമായി ബന്ധപ്പെട്ടോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കായികക്ഷമതയുമായി ബന്ധപ്പെട്ടോ ഒക്കെ ആ ഒരു കോമ്പീറ്റന്റ് ആയിട്ടുള്ള ഒരു അതോറിറ്റിയുടെ റിക്വസ്റ്റ് ഉണ്ട് എങ്കിൽ ആ ആർമഡ് ഫോഴ്സിലുള്ള മെമ്പേഴ്സുമായി ബന്ധപ്പെട്ട് നമുക്ക് എന്ത് ചെയ്യാം, അവരുടെ കായികക്ഷമത ഫിസിക്കൽ ഫിറ്റ്നസ് എത്രത്തോളം ഉണ്ടെന്ന് കൃത്യമായിട്ട് നമുക്ക് അവരുടെ എന്താണ് ആ ഒരു വ്യക്തിയുടെ സമ്മതമില്ലെങ്കിൽ പോലും അത് പരിശോധന, അതൊരു പ്രൊസീജിയറിന്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. അപ്പൊ അവിടെ സ്വാഭാവികമായിട്ടും അവർക്ക് ആ ഒരു റിക്വസ്റ്റ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിലേക്ക് ആ ഒരു ജോലിയുമായി ബന്ധപ്പെട്ടവരുടെ ആ ഒരു ഫിസിക്കൽ ഫിറ്റ്നസ് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ടോ, അത് എത്രത്തോളം അവർ ഫിസിക്കലി ഫിറ്റ് ആണെന്നൊക്കെ അറിയണമെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മൾ ആ പരിശോധനകൾ നടത്തേണ്ടതായിട്ട് വരും. അപ്പൊ അത് ഒരു വ്യക്തിയുടെ സമ്മതമില്ല എങ്കിൽ പോലും അത് ആ ഒരു എന്താണ് ആ ഒരു ബന്ധപ്പെട്ട അധികാരിയുടെ ആ ഒരു റിക്വസ്റ്റ് പ്രകാരം നമ്മൾ ചെയ്തു കൊടുക്കേണ്ടതായിട്ടുണ്ട്. ലാസ്റ്റ് വൺ ആണ് കൺസേൺ ഈസ് നോട്ട് റിക്വയർഡ് ഫോർ റിലേറ്റീവ് ഫോർ കണ്ടക്ടിങ് മെഡിക്കോ ലീഗൽ പോസ്റ്റ്മോർട്ടം. മെഡിക്കോ ലീഗൽ പോസ്റ്റ്മോർട്ടം കണ്ടക്ട് ചെയ്യാനായിട്ട് ഒരു റിലേറ്റീവിന്റെ കൺസേൺ ഈസ് നോട്ട് റിക്വയർഡ് ഫ്രം റിലേറ്റീവ് ഫോർ കണ്ടക്ടിങ് മെഡിക്കോ ലീഗൽ എക്സാമിനേഷൻ. മെഡിക്കോ ലീഗൽ എക്സാമിനേഷൻ നടത്തുന്നതുമായി ബന്ധപ്പെട്ട് അവരുടെ ബന്ധുക്കളുടെ സമ്മതം ആവശ്യമുണ്ട് എന്നില്ല. അപ്പൊ അവരുടെ സമ്മതമില്ലെങ്കിൽ പോലും മെഡിക്കോ ലീഗൽ എക്സാമിനേഷനുമായി മെഡിക്കോ ലീഗൽ കേസസ് ആണെങ്കിൽ അതിന്റെ പോസ്റ്റ്മോർട്ടം നിർബന്ധമായിട്ടും നടത്തേണ്ടതുണ്ട് ഇല്ലേ? അതിലിപ്പോ അവരുടെ സമ്മതം ഇല്ല, അങ്ങനെ ഞങ്ങൾക്ക് പോസ്റ്റ്മോർട്ടം നടത്തണ്ട എന്ന് റിലേറ്റീവ്സ് പറഞ്ഞാൽ പോലും നടത്തില്ലേ? നടത്തും അല്ലെ? കാരണം എന്തുകൊണ്ടാ? പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കേസോ കാര്യങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂ ലീഗൽ പരമായിട്ടുള്ള ഇഷ്യൂസ് വരുമ്പോ നമുക്കൊരു എവിഡൻസും തെളിവുമാണ് ഈ ഒരു പോസ്റ്റ്മോർട്ടത്തിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് അല്ലെ. ആ ബോഡിനെ കൊണ്ടുപോയി കഴിഞ്ഞ് എന്തെങ്കിലും ചെയ്താൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ നിർബന്ധമായിട്ട് നമ്മൾ ഈ ഒരു മെഡിക്കോ ലീഗൽ കേസസ് ആണെങ്കിൽ പോസ്റ്റ്മോർട്ടംസ് നടത്തിയിരിക്കും അല്ലെ. ഇപ്പൊ ഒരുപാട് ഇപ്പൊ സാധാരണ എന്തൊരു ചെറിയ രീതിയിലുള്ള സ്വാഭാവികമായിട്ടുള്ള മരണമാണെന്ന് പറഞ്ഞാൽ പോലും ചെറിയൊരു ഡൗട്ട് വന്നാൽ സ്വാഭാവികമായിട്ടും ആ ഹോസ്പിറ്റൽ അതിന് പോസ്റ്റ്മോർട്ടത്തിനാണ് റെക്കമെൻഡ് ചെയ്യാം അല്ലെ. ഇപ്പൊ നമുക്കറിയാമായിരിക്കും, ചിലപ്പോൾ റിലേറ്റീവ്സിന് അറിയാമായിരിക്കും അവർക്ക് അങ്ങനെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നാച്ചുറൽ ആയിട്ട് എന്തെങ്കിലും വേറെ അവരുടെ രോഗാവസ്ഥയുമായി ബന്ധപ്പെട്ട് മരണപ്പെട്ടതാവാം എങ്കിൽ പോലും പോസ്റ്റ്മോർട്ടം കഴിഞ്ഞാണ് നമുക്ക് സാധാരണ ബോഡി തരിക അല്ലെ. അപ്പൊ അവിടെ ആ ഒരു റിലേറ്റീവിന്റെ സമ്മതമൊന്നും ആവശ്യമില്ല. റിലേറ്റീവിന്റെ സമ്മതം ഇല്ലെങ്കിൽ പോലും നമുക്ക് ആ ഒരു കൺസേൺ നിർബന്ധമില്ല. ഇല്ലെങ്കിൽ പോലും നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഒരു മെഡിക്കോ ലീഗൽ കേസസ് ആണെന്ന് തോന്നുകയാണെങ്കിൽ അവിടെ അതുമായി ബന്ധപ്പെട്ട പോസ്റ്റ്മോർട്ടംസ് നടത്താവുന്നതാണ്. വേഗം ഒന്ന് വായിച്ചു നോക്കി കൺസേൺ ആവശ്യമില്ലാത്ത
situations. Okay ആണോ? വായിച്ചു കഴിഞ്ഞോ? ക്ലിയർ ആണോ? ഓക്കെ ഓക്കെ നെക്സ്റ്റ് ഒരു 3 പോയിന്റ് കൂടി ഉണ്ട് ഇതില്. 18th പോയിന്റ് ആണ് കാഷ്വാലിറ്റി ഡ്യൂട്ടി ഓഫീസർ or any other doctors dealing with a medico-legal case must complete all the formalities before he is relieved from the duty. അപ്പൊ നമുക്കറിയാം ഓരോരുത്തർക്കും ഓരോ ഷിഫ്റ്റ് അടിസ്ഥാനത്തിലാണ് ഒരു ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്നത് അല്ലെ ഷിഫ്റ്റ് അടിസ്ഥാനത്തിലാണല്ലോ. അപ്പൊ അവര് എപ്പോഴാണോ കയറിയിരിക്കുന്നത് കൃത്യ സമയമാകുമ്പോൾ അവർ എന്ത് ചെയ്യണം? ആ ഡ്യൂട്ടിയിൽ നിന്ന് ലീവ് ചെയ്ത് പോകും അല്ലെ, റിലീവ് ചെയ്ത് പോകും. ശരിയല്ലേ? അതിനുശേഷം അടുത്ത ആളായിരിക്കും വരുന്നത് അല്ലെ. അപ്പൊ ഇവിടെ കാഷ്വാലിറ്റി ഡ്യൂട്ടി ഓഫീസറോ അല്ലെങ്കിൽ മറ്റേതൊരു ഡോക്ടർ ആണെങ്കിലും മെഡിക്കോ ലീഗൽ കേസുമായിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നു. അവര് ഡ്യൂട്ടിയിൽ ഇരിക്കുന്ന സമയത്താണ് ഒരു മെഡിക്കോ ലീഗൽ കേസ് വരുന്നത് വിചാരിക്കാം. അപ്പൊ അങ്ങനെ ഒരു മെഡിക്കോ ലീഗൽ കേസ് വരുമ്പോൾ കാഷ്വാലിറ്റി ഡ്യൂട്ടി ഓഫീസർ ആവാം, മറ്റേതൊരു ഡോക്ടർ ആവാം, ഇതിനെ കൈകാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അവര് തന്നെയാണ് ആ ഒരു മെഡിക്കോ ലീഗൽ കേസുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ഫോർമാലിറ്റീസും പൂർത്തിയാക്കേണ്ടത്. മനസ്സിലാവുന്നുണ്ടോ? ബിഫോർ ഹി ഈസ് റിലീവ്ഡ് ഫ്രം ദ ഡ്യൂട്ടി. അവരുടെ ഡ്യൂട്ടിയിൽ നിന്ന് അവര് പോകുന്നതിന് മുൻപ്, പിരിഞ്ഞു പോകുന്നതിന് മുൻപായിട്ട് അതുമായി ബന്ധപ്പെട്ട ആ ഒരു മെഡിക്കോ ലീഗൽ കേസുമായി ബന്ധപ്പെട്ട എല്ലാ ഫോർമാലിറ്റീസും ആര് തന്നെ പൂർത്തിയാക്കിയിരിക്കണം? ആ കേസ് അറ്റൻഡ് ചെയ്ത കാഷ്വാലിറ്റി ഡ്യൂട്ടി ഓഫീസർ അല്ലെങ്കിൽ മറ്റു ഡോക്ടർ ആണ് അറ്റൻഡ് ചെയ്തിരിക്കുന്നതെങ്കിൽ അവര് തന്നെ പൂർത്തിയാക്കിയിരിക്കണം. മനസ്സിലായോ? കാരണം പുതിയതായിട്ട് ഡ്യൂട്ടിയിൽ വരുന്ന ആൾക്കറിയില്ല ഇവരുമായി വന്ന സമയമോ അല്ലെങ്കിൽ ഇവരുമായി ബന്ധപ്പെട്ട് വന്ന സമയത്ത് അവരുടെ കണ്ടീഷൻ എങ്ങനെയാണെന്നോ അല്ലെ. ഇവർ പറഞ്ഞു കൊടുത്ത അറിവ് മാത്രമേ ഉണ്ടാവുള്ളൂ. ശരിയല്ലേ? നേരിട്ട് കണ്ടുള്ള ഒരു എക്സ്പീരിയൻസും കാര്യങ്ങളും ഇവർക്കാണുള്ളത് അല്ലെ. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ തരത്തിലുമുള്ള ലീഗൽ ഫോർമാലിറ്റീസും കാര്യങ്ങളും ഒക്കെ ഒരു മെഡിക്കോ ലീഗൽ കേസ് ആണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എല്ലാ ഫോർമാലിറ്റീസും അവര് ആ ഒരു അറ്റൻഡ് ചെയ്ത ഡോക്ടറോ അല്ലെങ്കിൽ കാഷ്വാലിറ്റി ഡ്യൂട്ടി ഓഫീസറോ അവരവരുടെ ജോലിയിൽ നിന്ന് ഷിഫ്റ്റ് കഴിഞ്ഞ് അടുത്ത ഷിഫ്റ്റിന് വേണ്ടിയിട്ട് അടുത്ത ആൾ കയറും അല്ലെ. അപ്പൊ അതിന് മുൻപ് ഇവർ എന്ത് ചെയ്യും? ആ ഡ്യൂട്ടിയിൽ നിന്ന് പോകുന്നതിന് മുൻപായിട്ട് പൂർത്തിയാക്കിയിരിക്കണം. And it's a mandatory on the part of the CMO to put on the time of arrival of patients in the casualty register. അതുപോലെ തന്നെ നിർബന്ധമായിട്ട് CMOന്റെ ഭാഗത്തു നിന്നും നിർബന്ധമായിട്ടും ചെയ്യേണ്ട കാര്യമാണ് കാഷ്വാലിറ്റി രജിസ്റ്ററിൽ പേഷ്യൻസിനെ കൊണ്ടുവരുന്ന സമയം, ടൈം ഓഫ് അറൈവൽ, അവരുടെ ആ ഒരു കൊണ്ടുവരുന്ന സമയം, രോഗികളുടെ വരവ് എപ്പോഴാണ്, ഏത് സമയത്താണ് അവർ വന്നത്, അത് കൃത്യമായിട്ട് ആ കാഷ്വാലിറ്റി രജിസ്റ്ററിൽ രേഖപ്പെടുത്തുക എന്നത് നിർബന്ധമായിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. കാരണം എന്താ? ഇതുമായി ബന്ധപ്പെട്ട കേസോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ ഇവർ ഏത് സമയത്ത് വന്നു ആ സമയമൊക്കെ ഇമ്പോർട്ടന്റ് ആയിരിക്കും അല്ലെ. സമയം വരെയും ഇമ്പോർട്ടന്റ് ആയിരിക്കും അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ കൂടി വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഒരു കാഷ്വാലിറ്റി രജിസ്റ്ററിൽ വന്ന ആ ഒരു ടൈം ഓഫ് അറൈവൽ എപ്പോഴാണ് പേഷ്യൻസിനെ കൊണ്ടുവന്നത് അത് കൃത്യമായിട്ട് CMOന്റെ ഭാഗത്തു നിന്ന് നിർബന്ധമായിട്ടും അത് രജിസ്റ്റർ ചെയ്യുക. കാഷ്വാലിറ്റി രജിസ്റ്ററിൽ എഴുതേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു നിർബന്ധിതമായിട്ടുള്ള ഒരു കാര്യമാണ്. ക്ലിയർ ആണോ? 18th പോയിന്റ് മനസ്സിലായോ? Okay. Then next one ആണ് the attending doctor put his eligible signature, full name in capital letter and designation for future reference. ഇനി ഇവര് നമ്മുടെ ഈ ഒരു എന്താണ് അവരുടെ ആ ഒരു മെഡിക്കോ ലീഗൽ കേസ് ഷീറ്റുകൾ പൂർത്തിയാക്കി കഴിയുമ്പോൾ അവിടെ ആ ഒരു അറ്റൻഡിങ് ഡോക്ടർ ആരാണ് അവരവരുടെ വ്യക്തമായിട്ടുള്ള സിഗ്നേച്ചർ, അതുപോലെ ഫുൾ നെയിം ക്യാപിറ്റൽ ലെറ്ററിൽ അവരുടെ ഫുൾ നെയിം ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതണം. അതുപോലെ അവരുടെ പദവി ഡെസിഗ്നേഷൻ എന്താണ്, ഏത് പദവിയിലാണ് അവർ ഇരിക്കുന്നത്. ഫോർ ഫ്യൂച്ചർ റെഫറൻസ്, ഭാവിയിലേക്കുള്ള ഉപയോഗത്തിന് വേണ്ടിയിട്ട് കൃത്യമായിട്ട് അത് ആ ഒരു കേസ് ഷീറ്റില് രേഖപ്പെടുത്തി
ചെയ്തിട്ടുണ്ടായിരിക്കണം. എന്താണ് അറ്റൻഡിങ് ഡോക്ടർ ഏതാണ്, അവരുടെ വ്യക്തമായ സിഗ്നേച്ചർ വേണം, വ്യക്തമായിട്ട് അവരുടെ ഫുൾ നെയിം ക്യാപിറ്റൽ ലെറ്റേഴ്സ് എഴുതണം, അവരുടെ ഡെസിഗ്നേഷൻ അല്ലെങ്കിൽ പദവി കൂടി ആ ഒരു ഭാവിയിലേക്കുള്ള ഉപയോഗത്തിനാണ് ഫ്യൂച്ചർ റെഫറൻസിനായിട്ട് എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം, എഴുതി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടായിരിക്കണം. A copy of the MLC to be handed over to police taking a receipt. അതുപോലെ തന്നെ ഈ ഒരു മെഡിക്കോ ലീഗൽ കേസ് ഷീറ്റിന്റെ ആ ഒരു കോപ്പി നമ്മൾ പോലീസിന് കൈമാറുകയും വേണം. അവരിൽ നിന്ന് ഒരു റെസിപ്റ്റ് സ്വീകരിക്കും, അതായത് അവർക്ക് ലഭിച്ചു, അതായത് അവര് സ്വീകരിച്ചു എന്ന് പറയുന്ന രീതിയിൽ ഒരു റെസിപ്റ്റ് അല്ലെങ്കിൽ അത് അവരുടെ നിന്ന് എന്ത് ചെയ്യണം, സ്വീകരിക്കുകയും വേണം. അപ്പൊ കോപ്പി ഓഫ് ദ MLC to be handed over to police taking a receipt. റെസിപ്റ്റ് സ്വീകരിച്ച് അവർക്ക് അത് നമ്മൾ എന്തെങ്കിലും പണം കൊടുക്കുന്ന നമുക്ക് റെസിപ്റ്റ് തരില്ലേ, അതുപോലെ തന്നെ ഇവിടെയും നമുക്കത് കിട്ടി ബോധിച്ചു എന്ന രീതിയിൽ നമുക്ക് അവിടെ തെളിവാക്കി വെക്കാൻ പറ്റും. പോലീസിന് ഹാൻഡ് ഓവർ ചെയ്തു എന്നതിന് തെളിവായിട്ട് അവരിൽ നിന്ന് റെസിപ്റ്റ് വാങ്ങിയിട്ട് നമ്മൾ ഇത് ഹാൻഡ് ഓവർ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക ഹോസ്പിറ്റലുകാര്. നോ MLC should be backdated. എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്, MLC-കൾ എന്ത് ചെയ്യാം, backdated ആകാൻ പാടില്ല. എന്ന് വെച്ചാൽ അതിൽ യാതൊരുവിധ തിരുത്തലുകളോ മറ്റു കാര്യങ്ങളോ ഒന്നും ചെയ്യാൻ പാടില്ല, അല്ലെ. MLC കാരണം എന്താ, ഇതൊരു ലീഗൽ ആയിട്ടുള്ള ഡോക്യുമെന്റ് ആണ്, അല്ലെ. നിയമപരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഡീൽ ചെയ്യുന്ന ഒരു ഡോക്യുമെന്റ് ആയതുകൊണ്ട് ഇതൊരിക്കലും ഇതിനെ നമുക്ക് തിരുത്തലുകളോ കാര്യങ്ങളോ ചെയ്യാനായിട്ട് പാടില്ല. അപ്പൊ വേഗം ഒന്ന് വായിച്ചു നോക്കിയ ഒരു പോയിന്റ്സ്. ഓക്കെ, അപ്പൊ നമ്മുടെ ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടാ. നമ്മുടെ ഹോസ്പിറ്റൽ എത്തിക്സ് ആൻഡ് ലോ എന്ന് പറയുന്ന ചാപ്റ്റർ കംപ്ലീറ്റ് ആയി. നെക്സ്റ്റ് നിങ്ങൾക്ക് എടുത്തുകൊണ്ടിരിക്കുന്നത് ഓർഗനൈസേഷണൽ ബിഹേവിയർ എന്ന് പറഞ്ഞ ചാപ്റ്റർ അല്ലേ ഇനി കംപ്ലീറ്റ് ആവാനുള്ളത്. ബാക്കിയുള്ള ചാപ്റ്റേഴ്സിലും അധികം ഇല്ലല്ലോ അല്ലെ, ബാക്കിയുള്ള ചാപ്റ്റേഴ്സും തീരാറായില്ലേ? ഓക്കെ, കുറച്ച് ക്ലാസ് മതിയാവോ അല്ലെ? ഓക്കെ, അപ്പൊ നമ്മൾ ഓർഗനൈസേഷണൽ ബിഹേവിയർ എന്ന് പറഞ്ഞ ചാപ്റ്ററിന്റെ കുറച്ച് ഭാഗം കേട്ടോ, മോട്ടിവേഷൻ എന്ന് പറയുന്ന ഭാഗം ഓൾറെഡി വന്ദന മിസ് സ്റ്റാർട്ട് ചെയ്തില്ലേ? ഓക്കെ, അതില് ഒരു കുറച്ച് ഭാഗമാണ് മിസ് എടുക്കാൻ പോകുന്നത്. ബാക്കി ഭാഗം സോളി മാം ആയിരിക്കും കംപ്ലീറ്റ് ചെയ്യാം. അതിന് ശേഷം നമുക്ക് നോക്കിയിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്യാം കേട്ടോ. ക്ലാസ്സുകൾ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് തീർക്കാൻ എത്രയും വേഗം എല്ലാവരുടെയും ഒരുപോലെ തീർക്കാൻ പറ്റുന്ന രീതിയിൽ ചെയ്യാം. അപ്പൊ എവിടെ വരെയാണ് മിസ് കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്ത് നിർത്തിയത് നിങ്ങൾക്ക് മോട്ടിവേഷൻ? ഇമ്പോർട്ടൻസും ഓഫ് മോട്ടിവേഷൻ ഒക്കെ കഴിഞ്ഞില്ലേ? നീഡ് ബേസ്ഡ് തിയറീസ് ആണോ എടുത്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോ? ഹൈറാർക്കി, മാസ്ലോ ഹൈറാർക്കി ഓഫ് നീഡ്സ് അല്ലെ, അതിൽ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ മിസ് നെക്സ്റ്റ് ഒരു സെക്ഷൻ ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഗോൾ സെറ്റിംഗ് ഇൻ പ്രാക്ടീസ്. ആ ഒരു ഭാഗം തുടങ്ങിയാണ് കേട്ടോ. അപ്പൊ അതിനു മുൻപായിട്ട് ജസ്റ്റ് നിങ്ങൾക്ക് എന്താണ് ഒരു ഗോൾ സെറ്റിംഗ് തിയറി എന്ന് പറഞ്ഞു തന്നിട്ട് ആ ഒരു ഭാഗം എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. അപ്പൊ ബാക്കിയുള്ള ടേംസ് ഒക്കെ അവിടെ വരെയും വന്ദന മിസ് ആയിരിക്കും എടുക്കാം. ഗോൾ സെറ്റിംഗ് പ്രാക്ടീസിന് മുൻപ് വരെയും വന്ദന മിസ് ആയിരിക്കും നെക്സ്റ്റ് ക്ലാസ്സിൽ എടുത്തേ. അപ്പൊ ഗോൾ സെറ്റിംഗ് ഇൻ പ്രാക്ടീസ് എന്ന് പറയുന്ന ഭാഗം തുടങ്ങിയാണ് മിസ് എടുക്കുന്നത്. അപ്പൊ അതില് കുറച്ച് ആദ്യം എന്താണ് ഒരു ഗോൾ സെറ്റിംഗ് തിയറി എന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കണം. ഗോൾ സെറ്റിംഗ് തിയറി എന്ന് പറഞ്ഞപ്പോ ഒരുപാട് തിയറീസ് ഒക്കെ പഠിക്കാറുണ്ട്. അപ്പൊ അതിനെ കുറിച്ച് ഒന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കി, ഓരോ തിയറിയും നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കി വെക്കണം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആയിരിക്കും അല്ലെ. ഒരുപാട് തിയറീസും കാര്യങ്ങളും ഇവിടെ പഠിക്കുന്നുണ്ട് ഈ ഒരു ചാപ്റ്ററിൽ. അതിനനുസരിച്ച് നമ്മളൊന്ന് മനസ്സിലാക്കി വെച്ച് പഠിക്കുകയാണെങ്കിൽ എളുപ്പമായിരിക്കും കേട്ടോ. ഓരോ തിയറിയും മനസ്സിലേക്ക് വരുമ്പോൾ അതെന്താണ് എന്നുള്ളതൊന്ന് ഷോർട്ടായിട്ട് നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഒന്ന് മൈൻഡിൽ വെക്കണം എപ്പോഴും കേട്ടോ. അപ്പൊ ഇവിടെ ഗോൾ സെറ്റിംഗ് തിയറി എന്ന് പറഞ്ഞാല്
ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും പറയുന്നില്ല, ജസ്റ്റ് ഒരു ബ്രീഫ് ആയിട്ട് പറയുന്നുള്ളൂ. ഇവിടെ മാനേജേഴ്സ് ഉണ്ട്, സബോർഡിനേറ്റ്സ് ഉണ്ട് അല്ലെ. ഏത് ഓർഗനൈസേഷനിലും മാനേജേഴ്സും അവരുടെ കീഴിൽ വർക്ക് ചെയ്യുന്ന കീഴുദ്യോഗസ്ഥരും ഉണ്ടായിരിക്കും അല്ലെ. ഈ ഗോൾ സെറ്റിംഗ് തിയറിയിൽ പറയുന്നത് മാനേജേഴ്സും സബോർഡിനേറ്റ്സും ഷുഡ് സെറ്റ് ഗോൾസ് ഫോർ ദ ഇൻഡിവിജ്വൽസ് ഓൺ എ റെഗുലർ ബേസിസ്. ഒരു റെഗുലർ ബേസിസിൽ അവിടെ ഇൻഡിവിജ്വൽസിന് വേണ്ടി, അതായത് സബോർഡിനേറ്റ്സിന് ആവശ്യമായ ഗോളുകള് മാനേജേഴ്സും സബോർഡിനേറ്റ്സും കൂടി എന്ത് ചെയ്യുന്നു, പങ്കാളികളായിട്ടാണ് ശരിക്കും ആ ഗോളുകൾ സെറ്റ് ചെയ്യുന്നത്. ഈ ഗോൾസ് എന്ന് പറയുന്നത് മോഡറേറ്റ്ലി കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഗോൾ ആയിരിക്കണം, സ്പെസിഫിക് ആയിരിക്കണം. ഓരോ ഗോൾസും നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ ഓരോന്നും വ്യത്യസ്തമായിരിക്കണം. അതുപോലെ തന്നെ അത് ആ എംപ്ലോയിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം, അവർക്ക് അത് സ്വീകാര്യമായിരിക്കണം. അതുപോലെ അവര് നല്ല കമ്മിറ്റ്മെന്റോടുകൂടി നല്ല പ്രതിബദ്ധതയോടുകൂടി ആ ഒരു ഗോള് നേടിയെടുക്കാൻ ശ്രമിക്കുകയും വേണം. ഈ ഒരു തിയറിയാണ്, ഈ ഒരു അപ്രോച്ച് അല്ലെങ്കിൽ ആ ഒരു രീതിയിലുള്ള സമീപനമാണ് ഗോൾ സെറ്റിംഗ് തിയറി എന്ന് പറയുന്നത്. മനസ്സിലായോ? ഗോൾ സെറ്റിംഗ് തിയറി എന്ന് പറഞ്ഞാൽ ഇത്ര മാത്രമേ ഉള്ളൂ. അവിടെ മാനേജേഴ്സ് ഉണ്ട്, സബോർഡിനേറ്റ്സും ഉണ്ട് അല്ലെ. അപ്പൊ മാനേജേഴ്സും സബോർഡിനേറ്റ്സും കൂടി എന്ത് ചെയ്യുന്നു, ഗോളുകൾ, സ്പെസിഫിക് ആയിട്ടുള്ള ഗോളുകൾ സെറ്റ് ചെയ്യുന്നു. അങ്ങനെ ഗോളുകൾ സെറ്റ് ചെയ്യുമ്പോൾ അത് ഗോൾസ് വളരെ മോഡറേറ്റ്ലി ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഗോൾ ആയിരിക്കണം. പെട്ടെന്ന് എളുപ്പത്തിൽ അച്ചീവ് ചെയ്യാൻ പറ്റുന്നതല്ല, ഒരു മോഡറേറ്റ്ലി ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഗോൾ ആയിരിക്കണം. അത് സ്പെസിഫിക് ആയിരിക്കണം. അതുപോലെ അത് ഓരോ ഗോൾസും എംപ്ലോയീസിന് സ്വീകാര്യമായിരിക്കണം. അവരത് പ്രതിബദ്ധതയോടെ അവർക്ക് ചെയ്യാനും സാധിക്കണം. ക്ലിയർ ആണോ? ഈ ഒരു തിയറി അല്ലെങ്കിൽ ഈ ഒരു സമീപനത്തെയാണ് ഗോൾ സെറ്റിംഗ് തിയറി എന്ന് പറയുന്നത്. ക്ലിയർ? ഇനി ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് കുറച്ച് കാര്യങ്ങളൊക്കെ പഠിക്കുന്നുണ്ട്. അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഡിഫാൾട്ടിങ്സ് പറയാണ്. അപ്പൊ ഈ ഒരു ഗോൾ സെറ്റിംഗ് തിയറിയുമായി ബന്ധപ്പെട്ട് ശരിക്കും നമ്മൾ ഗോൾ സെറ്റിംഗ് തിയറിയിൽ അവരെയും കൂടി ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പൊ നമുക്ക് അവർക്ക് എന്താണോ ഞാനും കൂടി ഉൾപ്പെട്ടിട്ടുള്ള ഒരു ഉണ്ടാക്കിയ ഒരു ഗോളാണ് അല്ലെ. അപ്പൊ അങ്ങനെ ഗോൾ ആവുമ്പോൾ നമ്മൾ കുറച്ചും കൂടി എന്ത് ചെയ്യുന്നു, ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കും. ശരിയല്ലേ? അതുപോലെ തന്നെ ഇതിൽ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുകയാണെങ്കിൽ ഇവർക്ക് എന്ത് കൊടുക്കണം, റിവാർഡുകൾ കൊടുക്കും. അപ്പൊ ഇതൊക്കെ ഗോൾ സെറ്റിംഗ് തിയറിയുടെ ഭാഗമായിട്ട് വരുന്നതാണ് കേട്ടോ. ഡയറക്ട്ലി അവർ ഗോൾ അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് അതുമായി ബന്ധപ്പെട്ട് റിവാർഡുകൾ നമ്മൾ നൽകുന്നുണ്ട്. അതുപോലെ തന്നെ എംപ്ലോയീസിന്റെ ആ ഒരു എഫേർട്ട്, എംപ്ലോയീസ് കാരണം അവരത് ആ ഒരു ഗോൾ അക്സെപ്റ്റ് ചെയ്യാണ്, ഞാൻ ചെയ്യേണ്ട ജോലിയാണ് എന്ന് അക്സെപ്റ്റ് ചെയ്ത് വളരെ പ്രതിബദ്ധതയോടുകൂടി ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നല്ലൊരു പെർഫോമൻസ് അവർ കാഴ്ചവെക്കുകയും അതിലൂടെ അവർക്ക് നല്ല രീതിയിലുള്ള റിവാർഡുകൾ കിട്ടുകയും അതിലൂടെ ഓരോ വ്യക്തികളുടെയും ഒരു സംതൃപ്തിയും നമുക്ക് ഇതിലൂടെ ഉറപ്പുവരുത്താൻ പറ്റുമോ? പറ്റില്ലേ? റിവാർഡുകൾ കിട്ടും. അപ്പൊ നല്ല രീതിയിൽ അവർ പെർഫോം ചെയ്യാണ്. കാരണം എന്താ, അവരും കൂടി സെറ്റ് ചെയ്തിട്ട് അവരും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഗോൾ സെറ്റിംഗ് ആണ് ഇവിടെ നടക്കുന്നത് അല്ലെ. അപ്പൊ അങ്ങനെ അവരെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് മാനേജേഴ്സ് സബോർഡിനേറ്റ്സിനെ സഹായിക്കുകയാണ് ആ ഗോൾസ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അവിടെ ഒരിക്കലും ഒരു മാനേജർ ഞാൻ വലിയ പദവിയിൽ ഇരിക്കുന്ന ആളാണ്, നിങ്ങൾ തന്നെ സെറ്റ് ചെയ്യണം അങ്ങനെ, അല്ലെങ്കിൽ അവര് സെറ്റ് ചെയ്ത് കൊടുക്കുകയല്ല ചെയ്യുന്നത്. സബോർഡിനേറ്റ്സിനെ ഗോളുകൾ സെറ്റ് ചെയ്യാനായിട്ട് മാനേജേഴ്സ് എന്ത് ചെയ്യുന്നു, സഹായിക്കുകയാണ് ചെയ്യുക. അപ്പൊ സ്വാഭാവികമായിട്ടും രണ്ട് കൂട്ടരും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പും മികച്ചതായിരിക്കും അല്ലേ. രണ്ട് കൂട്ടരും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പും മികച്ചതായിരിക്കും. അതുപോലെ തന്നെ അവിടെ നമ്മൾ എന്തൊരു ഡിസിഷൻ എടുക്കുമ്പോഴും നമ്മുടെ വീട്ടിലെ കാര്യം തന്നെ എടുക്കുമ്പോൾ നമ്മളൊരു വീട്ടിൽ നമ്മൾ എല്ലാവരും കൂടി ഇരിക്കുന്ന സമയത്ത് അച്ഛനോ അമ്മയോ പറഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നുണ്ട്, നിങ്ങളുടെ അഭിപ്രായം എന്താ, അല്ലെങ്കിൽ നിങ്ങളുടെ എന്താണ് നിങ്ങൾക്ക് അതിനെ കുറിച്ച് പറയാനുള്ളത് എന്ന് കേട്ട് നമ്മളെയും കൂടി ഉൾപ്പെടുത്തി ഒരു തീരുമാനം എടുക്കുകയാണെങ്കിലോ അപ്പൊ നമുക്ക് കുറച്ച് സന്തോഷമാണ് അല്ലെ, നമ്മൾ കുറച്ചും കൂടി ഹാപ്പി ആവില്ലേ. അതേസമയം അവർ തീരുമാനിച്ച് നമ്മളിലേക്ക് അടിച്ചേൽപ്പിക്കുന്നതാണോ അതോ നമ്മളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു തീരുമാനം എടുക്കുന്നതാണോ കുറച്ചും കൂടി നല്ലത്? ഏതാ നല്ലത്? നമ്മളെ കൂടി ഉൾപ്പെടുത്തുന്നത് തന്നെയാണ്. അത് തന്നെയായിരിക്കും എല്ലാവർക്കും സന്തോഷം അല്ലേ. അപ്പൊ ഇവിടെ ഈ ഒരു ഓർഗനൈസേഷനിലാണെങ്കിലും ഇതേ രീതി തന്നെയാണ്. അതായത് മാനേജേഴ്സ് അവരുടെ സബോർഡിനേറ്റ്സ് ആണ്, ഞങ്ങൾ മാനേജർ ആണ്, ഞങ്ങൾ സെറ്റ് ചെയ്യുന്ന ഗോൾ നിങ്ങൾ നേടിയെടുക്കണം അല്ലെങ്കിൽ നിങ്ങൾ അത് അനുസരിക്കണം എന്നല്ല അവിടെ പറയുന്നത്. മാനേജേഴ്സ് അവരുടെ സബോർഡിനേറ്റ്സിനെ സഹായിക്കുന്നു ഗോളുകൾ സെറ്റ് ചെയ്യാനായിട്ട്. അങ്ങനെ ഗോളുകൾ സെറ്റ് ചെയ്യാനായിട്ട് അവരെ സഹായിക്കുന്നു. അവരുടെ പങ്കാളിത്തം, അതായത് ഈ സബോർഡിനേറ്റ്സ് ആയിട്ടുള്ള കീഴുദ്യോഗസ്ഥരുടെ കൂടി പങ്കാളിത്തത്തോടു കൂടിയാണ് നമ്മൾ ഗോളുകൾ സെറ്റ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ഓരോരുത്തരും ആ ഒരു മാനേജറുടെ സഹായത്തോടുകൂടി ഗോൾ സെറ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് എന്താണ് ഫീൽ ചെയ്യുക,
അവരെ അതിൽ പങ്കാളിയാക്കിയിട്ടുണ്ടെന്നുള്ള ഒരു ഫീലിംഗ് വരും ഇല്ലേ? എന്നെയും കൂടി പങ്കാളിയാക്കിയല്ലോ. അപ്പൊ എന്നിൽ അതൊരു വിശ്വാസമുള്ളത് കൊണ്ടല്ലേ നമ്മളെ പങ്കാളികളാക്കുന്നത്, ശരിയല്ലേ? അതുപോലെ ഞാനും കൂടി നിന്നുകൊണ്ട് അല്ലെങ്കിൽ ഞാനും ഉൾപ്പെട്ടുകൊണ്ടെടുത്ത ഒരു തീരുമാനമാണ് അല്ലേ? ആ ഒരു ചിന്ത വരില്ലേ? വരുമോ? സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ നിങ്ങൾ ഒരുപാട് വെറുതെ വായിച്ച് പഠിച്ചിട്ട് കാര്യമില്ല, എന്താന്നുള്ളത് മനസ്സിലാക്കി പഠിക്കണമല്ലോ. അപ്പൊ അങ്ങനെ ഒരു തീരുമാനം അല്ലെങ്കിൽ അങ്ങനെ വരുമ്പോ ഞാനും കൂടി ഉൾപ്പെട്ടെടുത്തിട്ടുള്ളൊരു ലക്ഷ്യമാണ്. അപ്പൊ ആ ഒരു ലക്ഷ്യത്തിലേക്ക് നമ്മൾ എന്ത് ചെയ്യും? മാക്സിമം എഫേർട്ട് എടുത്ത് പ്രവർത്തിക്കും, ശരിയല്ലേ? നമ്മുടെ തീരുമാനമാണെങ്കിൽ നമ്മൾ എന്താണ്, ഇപ്പൊ നമ്മളായിട്ട് സ്വന്തമായിട്ട് നമ്മൾ വീട്ടിലൊന്നും പറയുന്നൊന്നും കേൾക്കാതെ നമ്മൾ സ്വന്തമായിട്ടൊരു തീരുമാനം എടുക്കാണ്. ഞാൻ ഇന്നത് ചെയ്യും അല്ലെങ്കിൽ ഞാൻ എന്താണ് ഇന്ന കാര്യങ്ങൾ ഞാൻ പൂർത്തിയാക്കുമെന്ന് പറഞ്ഞ് നമ്മൾ അതിനു വേണ്ടി മാക്സിമം എഫേർട്ട് എടുക്കും, ശരിയല്ലേ? മറ്റൊരാളെ നിർബന്ധിച്ച് നമ്മളെ ചെയ്യിപ്പിക്കുന്നതും നമ്മൾ സ്വയം മനസ്സിലാക്കി ചെയ്യുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട് അല്ലെ? ഇവിടെയും അത് തന്നെയാണ്. അവരെന്ത് ചെയ്യുന്നത്, ഇത് ഓരോ സബോർഡിനേറ്റ്സും ഇത് അവരുടെ കൂടെ റെസ്പോൺസിബിലിറ്റി ആണ്. ഇത് ഞാൻ കൂടി മുൻകൈ എടുത്തത്, ഞാൻ കൂടി പങ്കാളിയായിട്ട് എടുത്തൊരു തീരുമാനമാണ് അല്ലെങ്കിൽ ഒരു ലക്ഷ്യമാണ്. അപ്പൊ അത് കൈവരിക്കേണ്ടത് എന്റെ കൂടി ഉത്തരവാദിത്തമാണ് എന്നൊരു പ്രതിബദ്ധതയിൽ അവർ നന്നായിട്ട് വർക്ക് ചെയ്ത് ആ ഒരു ഗോൾ അച്ചീവ് ചെയ്യാൻ ശ്രമിക്കില്ലേ? ഇനി അങ്ങനെ അവർക്ക് ഗോൾ അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് അതിനനുസരിച്ച് നല്ല പെർഫോമൻസ് അവർ കാഴ്ചവെക്കുന്നത് കൊണ്ടാണല്ലോ ആ ഗോൾ അവർക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ആ ഒരു ലക്ഷ്യം അവർക്ക് നേടാൻ പറ്റുന്നത്. അപ്പൊ അവർക്ക് അതിനനുസരിച്ച് എന്ത് കൊടുക്കുന്നുണ്ട്? റിവാർഡുകൾ കൊടുക്കുന്നുണ്ട് അല്ലെ? പ്രതിഫലങ്ങൾ കൊടുക്കുന്നുണ്ട് ഇല്ലേ? അതിലൂടെ ആര് സാറ്റിസ്ഫൈഡ് ആവുകയാണ് ചെയ്യുക? ആര് സാറ്റിസ്ഫൈഡ് ആവുന്നു? ഓരോ സബോർഡിനേറ്റ്സ് അല്ലെങ്കിൽ ഓരോ എംപ്ലോയീസും സാറ്റിസ്ഫൈഡ് ആവുന്നു അല്ലെ? സംതൃപ്തരാവുന്നു. ഇതാണ് ഗോൾ സെറ്റിംഗ് തിയറി എന്ന് പറയുന്നത്. ക്ലിയർ ആണോ അത്? എന്താണെന്ന് മനസ്സിലായോ? എന്നാൽ മാത്രമേ ഇനി ഇത് പ്രാക്ടീസിൽ വരുമ്പോൾ ഉള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും എങ്ങനെ ഇത് നമുക്ക് പ്രാവർത്തികമാക്കാം എന്ന കാര്യങ്ങളാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. അത് ആദ്യം എന്താണെന്ന് മനസ്സിലായാൽ മാത്രമേ നിങ്ങൾക്ക് ഇത് പറയുമ്പോൾ മനസ്സിലാവുള്ളൂ. അത് ഓക്കെ അല്ലേ? സെറ്റല്ലേ? എന്നാൽ മാത്രമേ മിസ് ഇത് പറഞ്ഞാൽ ഇത് കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത്. ഓക്കെ, ഇനി നോക്കിയേ, ഗോൾ സെറ്റിംഗ് ഇൻ പ്രാക്ടീസ്. അപ്പൊ ഈ ഒരു തിയറി നമുക്ക് പ്രയോഗത്തിൽ കൊണ്ടുവരാൻ വേണ്ടി, അല്ലെങ്കിൽ ഈ തിയറി പ്രാക്ടിക്കലി നമുക്ക് പ്രയോഗത്തിൽ കൊണ്ടുവരണമെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. The most clear implication of goal setting theory is that managers should be helping subordinates to set goals that are specific and reasonably difficult, and that subordinates accept and internalize as their own. നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് അല്ലെ? മോസ്റ്റ് ക്ലിയർ ആയിട്ട് നമുക്കൊരു ഗോൾ സെറ്റിംഗ് തിയറി അവിടെ ഇംപ്ലിമെന്റ് ചെയ്യുക അല്ലെങ്കിൽ സ്ഥാപിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അതിനെ ഉദ്ദേശിക്കുന്നത്? മാനേജേഴ്സ് അവരുടെ സബോർഡിനേറ്റ്സിനെ ഹെൽപ്പ് ചെയ്യുന്നു അല്ലെങ്കിൽ സഹായിക്കുന്നു. എന്തിനു വേണ്ടി സഹായിക്കുന്നു? ടു സെറ്റ് ഗോൾസ്, ഗോളുകൾ സെറ്റ് ചെയ്യാൻ വേണ്ടി അല്ലെ? അപ്പൊ അങ്ങനെ ഗോളുകൾ സെറ്റ് ചെയ്യുമ്പോൾ ആ ഗോൾസ് അല്ലെങ്കിൽ ലക്ഷ്യങ്ങൾ എങ്ങനെയായിരിക്കണം? വളരെ സ്പെസിഫിക് ആയിരിക്കണം, അതുപോലെ റീസണബിളി ഡിഫിക്കൽട്ടുമായിരിക്കണം. ഒരുപാട് ഈസിയുള്ള ഗോൾ അല്ല സെറ്റ് ചെയ്യേണ്ടത് അല്ലെ? അതേസമയം കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ളതായിരിക്കണം. എന്നാൽ ഓരോന്നും വ്യത്യസ്ത തരത്തിലുള്ള സ്പെസിഫിക് ആയിട്ടുള്ള ഗോളുകളായിരിക്കണം സെറ്റ് ചെയ്യേണ്ടത്. അതിനുവേണ്ടി സബോർഡിനേറ്റ്സിനെ ആര് സഹായിക്കുക? മാനേജേഴ്സ് സഹായിക്കുന്നു. And that the subordinates accept and internalize as their own. അപ്പോ അതിന്റെ കീഴിൽ, കാരണം അവിടെ സബോർഡിനേറ്റ്സിനെ സഹായിച്ചുകൊണ്ട് അവരെയും കൂടി ഉൾപ്പെടുത്തിയാണ് ആ ഒരു ഗോൾ സെറ്റ് ചെയ്യുന്നത് അല്ലെ? അപ്പൊ അവരെന്ത് ചെയ്യുന്നു? അക്സെപ്റ്റ്, അത് അവർ സ്വീകരിക്കുന്നു. ആ ഒരു ലക്ഷ്യം ഞാൻ പൂർത്തിയാക്കേണ്ട ലക്ഷ്യമാണ് എന്നവര് സ്വീകരിക്കുക. ആ ഒരു ലക്ഷ്യം അവർ സ്വീകരിക്കുകയും അല്ലെങ്കിൽ ആ ഒരു ഗോൾ അവർ അക്സെപ്റ്റ് ചെയ്യുകയും അതിനനുസരിച്ച് ഇന്റേണലൈസ് ആസ് ദിയർ ഓൺ, അവരുടെ സ്വന്തമായിട്ടുള്ള ഒരു ലക്ഷ്യമാണ് അല്ലെങ്കിൽ അവർ പൂർത്തിയാക്കേണ്ട അല്ലെങ്കിൽ നേടിയെടുക്കേണ്ട ലക്ഷ്യമാണ് എന്ന് അവർ അതിനെ ഇന്റേണലൈസ് ചെയ്യുന്നു. അതേ രീതിയിൽ ഒരു കമ്മിറ്റ്മെന്റോട് കൂടി അല്ലെങ്കിൽ ഒരു പ്രതിബദ്ധതയോട് കൂടി നന്നായിട്ട് പെർഫോം ചെയ്ത് അത് നേടിയെടുക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. ക്ലിയർ ആണോ? പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ. ഓക്കെ ആണോ? ഫസ്റ്റ് പോയിന്റ്. Then next, okay, apart from this,
there are number of issues that arise in implementing goal setting in practice. അപ്പൊ ഈ ഒരു goal setting theory പ്രാക്ടിക്കബിൾ ആയിട്ട് നമുക്ക് പ്രയോഗത്തിൽ കൊണ്ടുവരിക അല്ലെങ്കിൽ അത് നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് കുറച്ച് നമ്പർ ഓഫ് ഇഷ്യൂസ് അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ട്. അത് ആ ഒരു അപ്രോച്ച് നമ്മൾ കൊണ്ടുവരിക, അതുമായി ബന്ധപ്പെട്ട സ്വീകാര്യത, അതുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. അപ്പൊ അതിൽ ഫസ്റ്റ് വണ്ണാണ് the specificity of goal is essential and measurability is desirable. നമ്മൾ ഒരു ഗോൾ സെറ്റ് ചെയ്യുമ്പോൾ അത് വളരെ സ്പെസിഫിക് ആയിരിക്കണം, അല്ലെ? ആ ലക്ഷ്യത്തിന്റെ ആ ഒരു പ്രത്യേകതകൾ എന്ന് പറയുന്നത് വ്യത്യസ്തമായിരിക്കണം. ഓരോ ഗോൾസും ഓരോ പ്രത്യേകതകൾ ഉണ്ടായിരിക്കണം. അത് സെറ്റ് ചെയ്യുക, അത് വളരെ എസെൻഷ്യൽ ആയിട്ടുള്ള കാര്യമാണ്, വളരെ അനിവാര്യമായിട്ടുള്ള, വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. അതുപോലെ തന്നെ മെഷറബിലിറ്റി ഇസ് ഡിസൈറബിൾ, അത് അളക്കാവുന്ന രീതിയിലുള്ളതായിരിക്കണം, അല്ലെങ്കിൽ അതിന്റെ ആ ഒരു അളക്കാനുള്ള ആ ഒരു കഴിവ് എന്ന് പറയുന്നത് അഭികാമ്യവുമായിരിക്കണം. എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത്? നമ്മൾ ഏതൊരു ഗോൾ സെറ്റ് ചെയ്യുമ്പോഴും നമുക്കത് മെഷർ ചെയ്യാൻ പറ്റണം, സ്പെസിഫിക് ആയിരിക്കണം. ഓരോന്നും പ്രത്യേകമായിട്ടുള്ള സ്പെസിഫിക് ആയിട്ടുള്ള ഗോൾസ് ആയിരിക്കണം സെറ്റ് ചെയ്യേണ്ടത്. അത് വളരെ അനിവാര്യമാണ്. അത് കൂടാതെ ഈ ഗോൾസ് നമുക്ക് മെഷർ ചെയ്യാനായിട്ട് സാധിക്കണം. എന്താ വെച്ചാൽ ഉദ്ദേശിക്കുന്നത്, ഓരോ ഗോൾസിന്റെയും പുരോഗതി എത്രത്തോളമാണ്, അവിടെ ഉള്ള സബോർഡിനേറ്റ്സ് അല്ലെങ്കിൽ അവിടുത്തെ എംപ്ലോയീസിന്റെ പെർഫോമൻസ് ലെവൽ എത്രത്തോളമാണ്, നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു ലെവലിലേക്ക് ആ പെർഫോമൻസ് എത്തുന്നുണ്ടോ, അല്ലെങ്കിൽ ആ ഒരു ഗോൾ അച്ചീവ് ചെയ്യാൻ ഇനി എത്ര ദൂരം നമുക്ക് മുന്നോട്ട് പോകണം, ഇതൊക്കെ നമുക്ക് കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാൻ പറ്റണം. അത്തരത്തിലുള്ള ഒരു ഗോൾ ആയിരിക്കണം സെറ്റ് ചെയ്യേണ്ടത്. അത് നമുക്ക് കൃത്യമായിട്ട് അളക്കാൻ അല്ലെങ്കിൽ മെഷർ ചെയ്യാൻ കഴിവുള്ളവയും ആയിരിക്കണം. And it should not affect the identifying meaningful and valid objective measures of goal attainment. ഇത് മറ്റ് ലക്ഷ്യങ്ങളെ നേടുന്നതുമായി ബന്ധപ്പെട്ട വാലിഡ് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് മെഷേഴ്സ് അല്ലെങ്കിൽ വസ്തുനിഷ്ഠമായിട്ടുള്ള മറ്റ് മെഷേഴ്സിനെ എന്ത് ചെയ്യാൻ പാടില്ല, സ്വാധീനിക്കുക അല്ലെങ്കിൽ ബാധിക്കുന്നവയാവരുത്. അപ്പൊ ഓരോ ഗോൾസും സ്പെസിഫിക് ആയിരിക്കണം. അതിനെ നമുക്ക് പ്രത്യേകമായിട്ട് അതിനെ മെഷർ ചെയ്യാനും അതിന്റെ കഴിവ് എത്രത്തോളം ഉണ്ടെന്ന് അളക്കാനും സാധിക്കണം. മറ്റുള്ള ഗോളുകൾ അറ്റൈൻ ചെയ്യുന്ന അല്ലെങ്കിൽ മറ്റു ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇത് അതിനെ ബാധിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് ഓരോന്നും സ്പെസിഫിക് ആയിരിക്കണം എന്ന് പറയുന്നത്. ഓരോന്നും പ്രത്യേക ഗോൾസ് ആയിരിക്കണം. ഒന്നും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും റിലേഷനോ കാര്യങ്ങളോ പാടില്ല. ഓരോന്നും നമുക്ക് പ്രത്യേകമായിട്ട് ചെയ്യാനും അതിനനുസരിച്ച് അതിനെ മെഷർ ചെയ്യാനും കഴിവുണ്ടായിരിക്കണം. അത് മറ്റുള്ളവയെ എന്ത് ചെയ്യാൻ പാടില്ല, മറ്റ് ലക്ഷ്യങ്ങള് നേടിയെടുക്കുന്നതിനെ ഒന്നും ഇത് സ്വാധീനിക്കുകയും ചെയ്യരുത്. ക്ലിയർ ആണോ? ഫസ്റ്റ് പോയിന്റ് മനസ്സിലായോ? ഓക്കെ ആണോ? ഓക്കെ. രണ്ടാമത്തത്, the manager can stimulate goal acceptance and at least 3 ways. ഒരു മാനേജറിന് നമ്മുടെ ആ ഒരു ഗോൾ അക്സെപ്റ്റൻസ്, അതായത് അവിടുത്തെ വർക്കേഴ്സിന് ആ ഒരു ഗോൾ അക്സെപ്റ്റ് ചെയ്യണമല്ലോ, അല്ലേ? അവർ ആ ഒരു ഗോള് സ്വീകരിക്കണം, ശരിയല്ലേ? ആ ഗോൾ അവർ സ്വീകരിക്കുമ്പോഴാണ് അവർ ചെയ്യാനായിട്ട് ആ ഒരു എന്താണ് ആ ഒരു ചെയ്യാനായിട്ടുള്ള ഒരു ഇത് താല്പര്യം കാണിക്കുക എന്നുള്ളതാണ് ഒരു ഗോൾ അക്സെപ്റ്റൻസിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ ആ ഒരു മാനേജറിന് ആ ഒരു ഗോൾ അക്സെപ്റ്റൻസ് അല്ലെങ്കിൽ ആ ഒരു സ്വീകാര്യത ഉത്തേജിപ്പിക്കാൻ വേണ്ടിയിട്ട് അറ്റ്ലീസ്റ്റ് 3 വഴികളിലൂടെ അത് സ്റ്റിമുലേറ്റ് ചെയ്യാം അല്ലെങ്കിൽ ആ ഒരു അക്സെപ്റ്റൻസ് കൂട്ടാം. അതിൽ ഫസ്റ്റ് വൺ ആണ് by involving subordinates in the goal setting process. ചെയ്യാൻ പറ്റുമല്ലോ, അല്ലേ? സബോർഡിനേറ്റിനെ ഗോൾ സെറ്റിംഗ് പ്രോസസ്സിൽ ഉൾപ്പെടുത്തുക, അല്ലെ? അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം, ശരിയല്ലേ? ആ ഗോൾ സെറ്റ് ചെയ്യുമ്പോൾ അവരുടെ സബോർഡിനേറ്റ്സിനെ ആ ഒരു ഗോൾ സെറ്റിംഗ് പ്രാക്ടീസിൽ ഉൾപ്പെടുത്തുക. സ്വാഭാവികമായിട്ടും അവർ ഉൾപ്പെടുത്തുമ്പോൾ അവരും കൂടി നിന്നുണ്ടാക്കിയിട്ടുള്ള ഒരു തീരുമാനമായതുകൊണ്ട് അവരത് പാലിക്കാൻ തയ്യാറാവും, ശരിയല്ലേ? രണ്ടാമത്തത്, by demonstrating a supportive attitude and approach towards his or her subordinates. അവരുടെ സബോർഡിനേറ്റ്സിനോട് വളരെ സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ്, അപ്രോച്ച് കൊണ്ടുവരിക. ആര് കൊണ്ടുവരിക? മാനേജർ കൊണ്ടുവരിക. അവരുടെ സബോർഡിനേറ്റ്സ് ആയിട്ടുള്ളവരാണെങ്കിൽ അവരോട് ആ ഒരു തന്റെ കീഴുദ്യോഗസ്ഥരോട് അല്ലെങ്കിൽ സബോർഡിനേറ്റ്സിനോട് ഒരു പിന്തുണ നൽകുന്ന ഒരു മനോഭാവവും അതുപോലെ തന്നെ ഒരു സമീപനവും ഒക്കെ ആര് കാഴ്ചവെക്കുക? മാനേജർ കാഴ്ചവെക്കുക. അപ്പൊ നമുക്കറിയാം, ഒരു നല്ല സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു മാനേജർ ആണെങ്കിൽ അതിന്റെ കീഴിലുള്ള സബോർഡിനേറ്റ്സ് എന്ത് റിസ്ക് ഏറ്റെടുക്കും, ശരിയല്ലേ? കാരണം എന്താ? അവര് വിചാരിക്കുന്നത് അവരുടെ മാനേജർ അവരെ സഹായിക്കുന്ന ആളാണ്,
അല്ലെ? എന്ത് കാര്യം വന്നാലും അവർ സപ്പോർട്ട് ചെയ്യുന്ന ആളാണ്. അപ്പൊ അവരിൽ നിന്ന് ആ ഒരു സപ്പോർട്ട് കിട്ടും എന്നത് കൊണ്ട് തന്നെ അവർ എന്ത് രീതിയിലുള്ള ലക്ഷ്യങ്ങളും അച്ചീവ് ചെയ്യാനായിട്ട് അത് സ്വീകാര്യമാവില്ലേ അവർക്ക്? സ്വീകരിക്കില്ലേ? അല്ലെങ്കിൽ ഞങ്ങൾ ചെയ്തോളാം എന്ന് പറയില്ലേ? പറയൂ. ഓക്കെ. മൂന്നാമത്തെ വഴിയാണ് by trying various rewards to the achievement of goal. എന്താണ്? ഗോൾസ് അച്ചീവ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് അവർക്ക് പലതരത്തിലുള്ള റിവാർഡുകൾ അല്ലെ? ആ ഒരു ഗോൾസ് അച്ചീവ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതുമായി ബന്ധപ്പെട്ട് വിവിധ രീതിയിലുള്ള പ്രതിഫലങ്ങൾ അവർക്ക് നൽകുക അല്ലെങ്കിൽ അത് പരീക്ഷിക്കുക. അപ്പൊ അങ്ങനെ അവർ ഓരോ ഗോൾസ് സെറ്റ് ചെയ്യുമ്പോഴും നല്ല രീതിയിലുള്ള റിവാർഡ്സ് അല്ലെങ്കിൽ പ്രതിഫലങ്ങൾ അവർക്ക് കൊടുക്കാം. അപ്പൊ സ്വാഭാവികമായിട്ടും അവരത് എന്താണ് പുതിയ പുതിയ ഏതൊരു ലക്ഷ്യമാണെങ്കിലും അവരെന്ത് ചെയ്യും? അത് സ്വീകരിക്കും. ഞങ്ങൾ ചെയ്തോളാം എന്ന് സമ്മതിക്കും. ശരിയല്ലേ? കാരണം എന്താ? അവർക്ക് മനസ്സിലായി ഗോൾസ് സെറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഗോൾസ് അച്ചീവ് ചെയ്താൽ അവർക്ക് അതിനനുസരിച്ച് റിവാർഡുകൾ കിട്ടുന്നുണ്ട് അല്ലെ? പ്രതിഫലങ്ങൾ കിട്ടുന്ന കാര്യങ്ങൾക്കാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി താല്പര്യം കൂടും. ശരിയല്ലേ? അപ്പൊ അങ്ങനെയാവുമ്പോ അവരൊന്നും കൂടി നല്ല രീതിയിൽ ഈ ഗോൾസ് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള ലക്ഷ്യങ്ങളാണ് അച്ചീവ് ചെയ്യുന്നതെങ്കിൽ പോലും അവരത് സ്വീകരിക്കുകയും നന്നായിട്ട് പെർഫോം ചെയ്യുകയും ചെയ്യും. അപ്പൊ ഈ 3 വഴികളിലൂടെ ഒരു മാനേജറിന് അവരുടെ സബോർഡിനേറ്റ്സിന്റെ ആ ഒരു ഗോൾ അക്സെപ്റ്റൻസ് അല്ലെങ്കിൽ ആ ഒരു ലക്ഷ്യത്തിന്റെ സ്വീകാര്യതയെ സ്റ്റിമുലേറ്റ് ചെയ്യാം അല്ലെങ്കിൽ ഉത്തേജിപ്പിക്കാം. ക്ലിയർ ആണോ? വേഗം നമ്മുടെ വരെ വായിച്ചു നോക്കി. ഓക്കെ ഓക്കെ നെക്സ്റ്റ് പറയട്ടെ? വായിച്ചു കഴിഞ്ഞോ? ഓക്കെ ശരി. നെക്സ്റ്റ് വൺ ആണ് മാനേജ്മെന്റ് ബൈ ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ MBO. MBOന്റെ എക്സ്പാൻഡ് ഫോം ചോദിക്കാറുണ്ട് കേട്ടോ. മാനേജ്മെന്റ് ബൈ ഒബ്ജക്റ്റീവ്സ്. ഈ മാനേജ്മെന്റ് ബൈ ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ MBO എന്ന് പറഞ്ഞാൽ ഇസ് എ മാനേജീരിയൽ ടെക്നിക് for improving motivation and performance using goal setting principle. ഈ ഗോൾ സെറ്റിംഗ് തിയറിയുടെ പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ തത്വങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അവിടുത്തെ എംപ്ലോയീസിന്റെ മോട്ടിവേഷൻ മെച്ചപ്പെടുത്തുക, അവരുടെ പെർഫോമൻസ് മെച്ചപ്പെടുത്തുക, അതിനുവേണ്ടി മാനേജ്മെന്റ് യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് അല്ലെങ്കിൽ ഒരു സാങ്കേതിക വിദ്യ അല്ലെങ്കിൽ ഒരു മാനേജീരിയൽ ടെക്നിക്കിനാണ് മാനേജ്മെന്റ് ബൈ ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ MBO എന്ന് പറയുന്നത്. അതായത് ഒരു ലക്ഷ്യത്തെ അടിസ്ഥാനമാക്കിയുള്ള പ്രവർത്തനങ്ങൾ. അപ്പൊ ഇവിടെ മാനേജീരിയൽ ടെക്നിക് എന്ന് പറയുന്നത് മാനേജ്മെന്റ് ബൈ ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ MBO എന്ന് പറഞ്ഞാൽ ഇസ് എ മാനേജീരിയൽ ടെക്നിക്. മാനേജ്മെന്റ് യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ്. എന്തിനു വേണ്ടിയിട്ട്? നമ്മുടെ ഗോൾ സെറ്റിംഗ് തിയറിയുടെ പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ തത്വങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അവിടുത്തെ എംപ്ലോയീസിന്റെ മോട്ടിവേഷൻ വർദ്ധിപ്പിക്കുക, അവരുടെ പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ടെക്നിക്കാണ് മാനേജ്മെന്റ് ബൈ ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ MBO എന്ന് പറയുന്നത്. ഇത് നമ്മളെ ചെയ്ത് വെക്കാട്ടോ, ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ ഈ 3 വേസ് ഏത് അറ്റ്ലീസ്റ്റ് 3 വേസിലൂടെ നമുക്ക് ഗോൾ അക്സെപ്റ്റൻസ് സ്റ്റിമുലേറ്റ് ചെയ്യാൻ പറ്റും മാനേജറിന്, അത് ചോദിക്കാറുണ്ട്. നെക്സ്റ്റ് അടുത്തൊരു തിയറിയാണ് കോഗ്നിറ്റീവ് ഇവാലുവേഷൻ തിയറി. നിങ്ങൾക്ക് ഗോൾ സെറ്റിംഗ് തിയറിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ക്ലിയർ അല്ലേ? അത് പ്രാക്ടീസ് ചെയ്യുന്നത് അല്ലെങ്കിൽ പ്രാക്ടിക്കലി കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ക്ലിയർ അല്ലേ? മനസ്സിലാക്കി വെക്കുക കേട്ടോ. അത് എന്താണെന്നുള്ളത് മനസ്സിലാക്കിയാലേ നിങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ട് പറയുന്ന കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ. ഓക്കെ അല്ലേ? ഇത് നെക്സ്റ്റ് ഒരു തിയറിയിലേക്ക് പോവുകയാണ്, കോഗ്നിറ്റീവ് ഇവാലുവേഷൻ തിയറി. കോഗ്നിറ്റീവ് ഇവാലുവേഷൻ തിയറി എന്ന് പറഞ്ഞാൽ a researcher that Chams in 1960s has reported that extrinsic motivation like pay or reward for a job which has an intrinsic motivation content prior to such rewards tend to decrease overall level of motivation. എല്ലാം മനസ്സിലായോ? എന്തെങ്കിലും മനസ്സിലായോ? ഒന്നും മനസ്സിലായില്ല അല്ലേ?
കോഗ്നിറ്റീവ് ഇവാലുവേഷൻ തിയറി എന്ന് പറഞ്ഞാല് സിമ്പിൾ ആയിട്ട് മിസ് പറഞ്ഞാൽ എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇത് മനസ്സിലാവുള്ളൂ. വെറുതെ വായിച്ചു കഴിഞ്ഞിട്ട് കാര്യമില്ല. ഒരു റിസർച്ചർ, അതായത് ചാംസ് എന്ന് പറയുന്ന റിസർച്ചർ 1960 ഇതുമായി ബന്ധപ്പെട്ട ആ ഒരു തിയറിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. അതായത് ഇവിടെ പറയുന്ന രണ്ട് കാര്യങ്ങളും ഉണ്ട്, എക്സ്ട്രിൻസിക് മോട്ടിവേഷനും ഇൻട്രിൻസിക് മോട്ടിവേഷനും. എന്താണ് ഒരു എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ എന്ന് പറഞ്ഞാല് നമുക്ക് ബാഹ്യമായിട്ട് കിട്ടുന്ന മോട്ടിവേഷൻസ് അല്ലെങ്കിൽ പ്രചോദനങ്ങൾ, അല്ലെ, പേ ആവാം, റിവാർഡുകളാവാം, അത്തരത്തിലുള്ള മോട്ടിവേഷനെയാണ് നമ്മൾ എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. ഇൻട്രിൻസിക് മോട്ടിവേഷൻ എന്ന് പറയുമ്പോൾ എന്താ? ഇൻട്രിൻസിക് എന്ന് പറയുമ്പോൾ എന്താ? നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്നതാണ്, അല്ലെ, ഇന്റേണൽ ആണ്. ശരിയാണ്, നമ്മുടെ ഇന്റേണൽ ആയിട്ട് നമ്മുടെ ഉള്ളിൽ നിന്ന് ചില കാര്യങ്ങളോട് നമുക്ക് ഭയങ്കര താല്പര്യമായിരിക്കും. ശരിയല്ലേ? നമ്മൾ വളരെ എനർജറ്റിക് ആയിട്ട് നമ്മൾ ഹാപ്പി ആയിട്ട് ചെയ്യുന്ന കുറെ കാര്യങ്ങളുണ്ട്. ഉണ്ടോ? ഓരോരുത്തർക്കും ഇഷ്ടമുള്ള കുറെ കാര്യങ്ങളോ താല്പര്യമുള്ള ഒരുപാട് മേഖലകളുണ്ട്, അല്ലെ? അവിടെ നമുക്ക് ആരെങ്കിലും നമ്മളെ പ്രചോദനം തന്നിട്ടാണോ നമ്മൾ അത് ഹാപ്പി ആയിട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ എൻജോയ് ചെയ്ത് ചെയ്യുന്നത്? നമ്മുടെ വീട്ടിൽ നിന്ന് പ്രഷർ ചെയ്തിട്ടാണോ, അല്ലെങ്കിൽ നിങ്ങൾ അത് ചെയ്യുന്ന പറഞ്ഞിട്ടാണോ ചെയ്യുന്നത്? അല്ല, അത് നമ്മുടെ സ്വയം താല്പര്യത്തില് നമുക്കൊരു ഇന്റേണൽ ആയിട്ടുള്ള ഒരു മോട്ടിവേഷന് പുറത്ത് നമ്മൾ ചെയ്യുന്നതാണ്, അല്ലെ? അല്ലെ? അതാണ് ഇൻട്രിൻസിക് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. നമ്മുടെ ഇന്റേണൽ ആണ്, നമ്മുടെ ആന്തരികമായിട്ട് നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന ആ ഒരു പ്രചോദനത്തെയാണ് ഇൻട്രിൻസിക് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് റിവാർഡുകൾ തരുന്നു, പേയ്മെന്റ് തരുന്നു, അപ്പൊ അതിലൂടെ നമുക്കൊരു പ്രചോദനം കിട്ടുമല്ലോ. അതാണ് എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. അത് രണ്ടിന്റെയും വ്യത്യാസം മനസ്സിലായോ? എങ്കിലാണ് നിങ്ങൾ ബാക്കി പറയുന്നു മനസ്സിലാവോ? ഓക്കെ, ഇവിടെ പറയുന്നത് ഈ ഒരു തിയറിയിൽ പറയുന്നത് എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ, അതായത് എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ ആയിട്ടുള്ള പേയോ റിവാർഡുകളോ, ഒരു ജോബുമായി ബന്ധപ്പെട്ട അതിന്റെ പേയ്മെന്റോ റിവാർഡുകളോ ഒക്കെ എക്സ്ട്രിൻസിക് മോട്ടിവേഷനിൽ വരുന്നതാണ്, അല്ലെ? വിച്ച് ഹാസ് ആൻ ഇൻട്രിൻസിക് മോട്ടിവേഷൻ കണ്ടന്റ് പ്രയർ ടു സച്ച് റിവാർഡ്സ്. അപ്പൊ ഇവിടെ ഉദ്ദേശിക്കുന്നത് അതായത് സിമ്പിൾ ആയിട്ട് ഇത്ര മാത്രമേ ഉള്ളൂ. അതായത് ഓരോരുത്തർക്കും നമുക്ക് ഇഷ്ടമുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പൊ നന്നായിട്ട് പടം വരയ്ക്കുന്ന ഒരു കുട്ടി, അവൻ നന്നായിട്ട് പടം വരയ്ക്കും. അത് അവരുടെ ആരെങ്കിലും നിർബന്ധിച്ചിട്ട് ചെയ്യുന്ന കാര്യമാണോ? ആണോ? നന്നായി ഒരു പടം വരയ്ക്കാൻ താല്പര്യമുള്ള അല്ലെങ്കിൽ നല്ല കഴിവുകളുള്ള നന്നായിട്ട് പടം വരയ്ക്കുന്ന ഒരു കുട്ടി അത് ആരും നിർബന്ധിച്ചിട്ട് അവർ ചെയ്യുന്ന കാര്യമല്ല, അല്ലെ? അവന്റെ ഇഷ്ടത്തോടെ എൻജോയ് ചെയ്ത് ചെയ്യുന്ന ഒരു കാര്യമാണ്. ശരിയല്ലേ? അവിടെ ഏത് മോട്ടിവേഷൻ ആണ് അവനിൽ പ്രവർത്തിക്കുന്നത്? ഏത് മോട്ടിവേഷനാണ് പ്രവർത്തിക്കുന്നത്? എൻജോയ് ചെയ്ത് പടം വരയ്ക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ വെരി ഗുഡ്, ഇൻട്രിൻസിക് മോട്ടിവേഷൻ ആണ്, അല്ലെ? അവർക്ക് ആന്തരികമായിട്ട് ആ കുട്ടിക്കുള്ള ഒരു സന്തോഷവും ഹാപ്പിനെസ്സും അവരുടെ ആ താല്പര്യമൊക്കെ അവിടെ നമുക്ക് കാണാൻ പറ്റും, അല്ലെ? ഇനി ഈ ഒരു കുട്ടിയോട് നമ്മൾ പറയാണ്, നീ എനിക്കൊരു 5 പടം വരച്ചു തരണം, ഇത്ര സമയത്തിനുള്ളിൽ വരച്ചു തരണം, അതിനുവേണ്ടി നിനക്ക് എത്ര പേയ്മെന്റോ റിവാർഡുകളോ ഞാൻ തരാം എന്ന് പറഞ്ഞാൽ പോലും മുൻപ് വരച്ചിരുന്ന ആ ഒരു ഹാപ്പിനെസ്സിനും ആ ഒരു സന്തോഷത്തിനും എൻജോയ് ചെയ്തും ആ കുട്ടിക്ക് പിന്നെ വരയ്ക്കാൻ പറ്റോ? എന്തുകൊണ്ടാണ് പറ്റാത്തത്? നമുക്ക് അവിടെയും ഒരു റിവാർഡാണ് കിട്ടുന്നത്, അല്ലെ? അവിടെയും അവര് പറയുന്നുണ്ട് നിനക്ക് പ്രതിഫലം തരാം, അല്ലെ? ഒരു എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ ആണ് അവിടെ കിട്ടുന്നത്. നിനക്ക് പ്രതിഫലം തരാം, അല്ലെങ്കിൽ നിനക്ക് ശമ്പളം തരാം, ഞാൻ ഇത്ര ഒരു പടം വരച്ചാൽ ഞാൻ ഇത്ര രൂപ തരാം, എനിക്ക് ഇത്ര സമയത്തിനുള്ളിൽ ഈ ഒരു ടൈം പീരീഡിനുള്ളിൽ എനിക്ക് ഈ ഒരു പടം കിട്ടിയിരിക്കണം എന്നാണ് അവര് പറയുന്നത്. അവിടെയും ആ ഒരു കുട്ടിക്ക് മോട്ടിവേഷൻ എന്നുള്ള രീതിയിൽ എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ കൊടുക്കുന്നില്ലേ? എങ്കിൽ പോലും ആ കുട്ടി മുൻപ് ചെയ്തിരുന്ന ആ ഒരു ഹാപ്പിനെസ്സിലും ആ ഒരു സന്തോഷത്തിലും എൻജോയ് ചെയ്തും ആ കുട്ടിക്ക് ഇപ്പൊ കൊടുത്തിരിക്കുന്ന ടാസ്ക് ചെയ്യാൻ പറ്റുമോ? ഇല്ല. എന്തുകൊണ്ടാണ് ഇല്ല എന്ന് പറയുന്നത്? എന്തുകൊണ്ടാണ് അത് ചെയ്യാൻ പറ്റാതെ? ആ മുൻപുണ്ടായിരുന്ന എൻജോയ് ചെയ്ത് അവർക്ക് ചെയ്യാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ്? നോട്ട് ഇൻട്രിൻസിക് മാത്രം, അവിടെ ഒരു പ്രഷർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, ശരിയല്ലേ? അവിടെ ഒരു പ്രഷർ ക്രിയേറ്റ് ചെയ്യാണ്, ശരിയല്ലേ? അതിനു മുൻപ് ആ കുട്ടിക്ക് ഒരു പ്രഷറും ഉണ്ടായിരുന്നില്ല. അവൻ അവന്റേതായ ഇഷ്ടത്തിനുള്ള പടങ്ങൾ വരയ്ക്കുന്നു, ഇഷ്ടത്തിന് അവന്റെ താല്പര്യത്തിനനുസരിച്ച് അവരുടെ സമയം കണ്ടെത്തിയാണ് അവരത് ചെയ്യുന്നത്, അല്ലെ? അവിടെ
അവനൊരു ആന്തരികമായിട്ടുള്ള ഒരു മോട്ടിവേഷന് പുറത്ത് അവൻ താല്പര്യത്തോടു കൂടി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അതേസമയം ഇവിടെയും അവരൊരു മോട്ടിവേഷൻ തന്നെയാണ് കിട്ടുന്നത്. പേയ്മെന്റോ ശമ്പളോ ഒക്കെ കിട്ടുക എന്ന് പറയുന്ന ഒരു മോട്ടിവേഷൻ തന്നെയാണെങ്കിൽ പോലും ഇവിടെ ഒരു പ്രഷർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അല്ലെ. കൃത്യസമയത്തിനുള്ളിൽ അവിടെ പണം വരച്ചു കൊടുക്കണം അല്ലെ. പേയ്മെന്റോ ശമ്പളം എന്തും കിട്ടിയാൽ പോലും അവിടെ ഒരു പ്രഷർ അവർക്ക് ക്രിയേറ്റ് ചെയ്യുന്നത് വഴി അവിടെ ആ ഒരു മോട്ടിവേഷന്റെ ലെവല് കുറയുകയാണോ കൂടുകയാണോ? മോട്ടിവേഷന്റെ ആ ഒരു അളവ് കൂടുകയാണോ കുട്ടിക്ക് കുറയുകയാണോ ചെയ്യുന്നത്? കുറയും ഇല്ലേ? സ്വാഭാവികമായിട്ടും കുറയുകയാണ് ചെയ്യുക അല്ലെ. രണ്ട് രീതിയിലുള്ള മോട്ടിവേഷൻ ഉണ്ടെങ്കിൽ പോലും, അതായത് ഇൻട്രിൻസിക് മോട്ടിവേഷൻ ആ ഒരു കണ്ടന്റിനെ മുൻനിർത്തിക്കൊണ്ട് തന്നെ അവർക്കൊരു എക്സ്ട്രിൻസിക് മോട്ടിവേഷനും കൂടി കിട്ടുന്നുണ്ടെങ്കിൽ പോലും tend to decrease the overall level of motivation. ശരിയല്ലേ? അവരുടെ ആ ഒരു ഓവറോൾ ലെവൽ ഓഫ് മോട്ടിവേഷൻ എന്ത് ചെയ്യുന്നുണ്ട്? കുറയുകയാണ് ചെയ്യുന്നത് അല്ലെ. കാരണം എന്താ? മുൻപുണ്ടായിരുന്ന അതേ സന്തോഷത്തിലും എൻജോയ്മെന്റിലും അവർക്ക് ചെയ്യാൻ പറ്റുന്നില്ല. എത്ര മോട്ടിവേഷൻ കിട്ടിയിട്ടും അവരുടെ ആ ഒരു മോട്ടിവേഷൻ ലെവൽ എന്ന് പറയുന്നത് കുറഞ്ഞു പോവുകയാണ് ചെയ്യുന്നത് ഇല്ലേ? ഇതിനെയാണ് നമ്മള് കോഗ്നിറ്റീവ് ഇവാലുവേഷൻ തിയറി എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? അല്ലാതെ നിങ്ങൾ ഇത് വെറുതെ വായിച്ചിരുന്നുകൊണ്ടൊന്നും അതിന് മനസ്സിലാവാൻ പോകുന്നില്ല. അപ്പൊ എന്താണ് ഒരു എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ എന്ന് മനസ്സിലാക്കുക, ഇൻട്രിൻസിക് മോട്ടിവേഷൻ എന്താണെന്ന് മനസ്സിലാക്കുക. മിസ് ഈ പറഞ്ഞ എക്സാമ്പിളും ഒന്ന് ഓർത്ത് വെക്കാം. അപ്പൊ കിട്ടില്ലേ? കിട്ടുമോ? ഇതാണ് ഒരു റിപ്ലൈ ഇല്ലാത്തത്. അപ്പൊ ഇതിനെയാണ് ഈ ഒരു മോട്ടിവേഷൻ, അതായത് രണ്ട് മോട്ടിവേഷൻ കിട്ടുമ്പോൾ പോലും അവിടെ ആ ഒരു മോട്ടിവേഷന്റെ ഓവറോൾ ലെവൽ ഓഫ് മോട്ടിവേഷൻ ഡിക്രീസ് ചെയ്യുന്ന ആ ഒരു പ്രൊപ്പോസലിനെയാണ് നമ്മൾ കോഗ്നിറ്റീവ് ഇവാലുവേഷൻ തിയറി എന്ന് പറയുന്നത്. അപ്പൊ നോക്കിയേ, റിസർച്ചർ ചാംസ് ഇൻ 1960, റിസർച്ചർ ചാം 1960 ഹാസ് റിപ്പോർട്ടഡ് ദാറ്റ് extrinsic motivation like pay or rewards for a job, ഒരു ജോലിക്ക് വേണ്ടിയുള്ള എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ, ബാഹ്യമായിട്ടുള്ള പ്രചോദനങ്ങൾ അല്ലെ, ശമ്പളവുമായിരിക്കാം, ജോലിയുമായി ബന്ധപ്പെട്ട റിവാർഡ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രതിഫലങ്ങളായിരിക്കാം, which has an intrinsic motivation conduct prior to such rewards. ആ റിവാർഡ്സിനെ മുകളിലായിട്ട് അവർക്കൊരു ഇൻട്രിൻസിക് മോട്ടിവേഷൻ ഉണ്ടായിരിക്കും. that tend to decrease overall level of, അപ്പൊ ഈ രണ്ട് തരത്തിലുള്ള മോട്ടിവേഷൻസും കൂടി ഒരുമിച്ച് വരുമ്പോൾ അവിടെ ഓവറോൾ ലെവൽ ഓഫ് മോട്ടിവേഷൻ എന്ത് ചെയ്യുന്നു? ഡിക്രീസ് ചെയ്യുന്നു അല്ലെങ്കിൽ കുറയുകയാണ് ചെയ്യുന്നത്. അത് അങ്ങനെയാണ്, കുറയുന്നതാണ് കാണുന്നത്. ഈ ഒരു പ്രൊപ്പോസലിനെ, ഈ ഒരു നിർദ്ദേശത്തെയാണ് കോഗ്നിറ്റീവ് ഇവാലുവേഷൻ തിയറി എന്ന് പറയുന്നത്. which has the supported by a large number of research studies conducted subsequently. ഇതിനു ശേഷം ഇതിന് പിന്നീട് നടത്തിയിട്ടുള്ള നിരവധി ഗവേഷണ പദ്ധതികളും ഇതുമായി പഠനങ്ങളൊക്കെ ഇതിനെ പിന്തുണയും നടത്തിയിട്ടുണ്ട്. ഒന്ന് വായിച്ചു നോക്കിയ കോഗ്നിറ്റീവ് ഇവാലുവേഷൻ തിയറി. ആ എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ തുടങ്ങി ആ കോഗ്നിറ്റീവ് ഇവാലുവേഷൻ തിയറി വരെ ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. വായിച്ചു കഴിയുമ്പോൾ ഒന്ന് റിപ്ലൈ ചെയ്യണേ. ഓക്കെ, നെക്സ്റ്റ് വണ്ണിലേക്ക് പോട്ടെ. ഓക്കെ, നെക്സ്റ്റ് വണ്ണാണ് ജാപ്പനീസ് അപ്രോച്ച്. ഒന്നുകൂടി പറയണോ? കോഗ്നിറ്റീവ് ഇവാലുവേഷൻ തിയറി എന്ന് പറഞ്ഞാല് എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ, അതായത് ബാഹ്യമായിട്ടുള്ള ഒരു മോട്ടിവേഷൻ നമുക്ക് കിട്ടുന്നുണ്ട്. അതായത് പേയോ റിവാർഡോ മുതലായിട്ടുള്ള കാര്യങ്ങൾ ബാഹ്യമായിട്ടുള്ള മോട്ടിവേഷൻ ആണ്. ഇൻട്രിൻസിക് മോട്ടിവേഷൻ നമ്മുടെ ഇന്റേണൽ ആയിട്ട്, നമ്മുടെ ആന്തരികമായിട്ട് നമ്മുടെ ഉള്ളിൽ വരുന്ന ആ ഒരു മോട്ടിവേഷൻ ആണ് ഇൻട്രിൻസിക് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. അപ്പൊ മിസ് പറഞ്ഞ എക്സാമ്പിൾ എന്തായിരുന്നു? നന്നായിട്ടൊരു പടം വരയ്ക്കുന്ന കുട്ടി, അവർക്കൊരു ഇൻട്രിൻസിക് മോട്ടിവേഷൻ അവരുടെ ഉള്ളിലുണ്ട് അല്ലെ. അതിന്റെ ഫലത്താലാണ് അവർ നന്നായിട്ട് പടം വരയ്ക്കുന്നതും. അത് അവന്റെ താല്പര്യമാണ്, അവന്റെ ഇഷ്ടമാണ്. അവൻ അതുകൊണ്ട് തന്നെ അത് എൻജോയ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അവിടെ ഒരു ഇൻട്രിൻസിക് മോട്ടിവേഷൻ ഓൾറെഡി അവനിലുണ്ട്.
അതിന് പുറമെ അവരൊരു എക്സ്റ്റൻസീവ് മോട്ടിവേഷൻ കിട്ടും. അതായത് ഇത്ര സമയത്തിനുള്ളിൽ എനിക്ക് പണം വരച്ചു തരാണെങ്കിൽ ഞാൻ നിനക്ക് ഇത്ര രൂപ റിവാർഡ് അല്ലെങ്കിൽ പേയ്മെന്റ് തരാം എന്നൊരു വ്യക്തി അവനോട് പറയുമ്പോൾ അവിടെ ഒരു പ്രഷർ, അവിടെ ഒരു എക്സ്റ്റേണൽ റിവാർഡ് അല്ലെങ്കിൽ ഒരു എക്സ്റ്റേണൽ മോട്ടിവേഷൻ അവിടെ കിട്ടുന്നുണ്ടെങ്കിൽ പോലും അവിടെ ഒരു പ്രഷർ ക്രിയേറ്റ് ചെയ്യുന്നത് കൊണ്ട് അവന് നല്ല രീതിയിൽ അത് പെർഫോം ചെയ്യാനായിട്ട് മുൻപുണ്ടായിരുന്ന ഒരു എൻജോയ്മെന്റോട് കൂടി പെർഫോം ചെയ്യാൻ സാധിക്കുന്നില്ല. അപ്പൊ അവിടെ ആ ഒരു ഓവറോൾ ആയിട്ടുള്ള ഒരു മോട്ടിവേഷൻ അല്ലെങ്കിൽ പ്രചോദനത്തിന്റെ അളവ് എന്ത് ചെയ്യാണ്, കുറയുകയാണ് ചെയ്യുന്നത്. ഈ ഒരു പ്രപ്പോസലിനെ അല്ലെങ്കിൽ ഈ ഒരു നിർദ്ദേശത്തെയാണ് നമ്മൾ കോഗ്നിറ്റീവ് ഇവാലുവേഷൻ തിയറി എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? നെക്സ്റ്റ് വൺ ആണ് ജാപ്പനീസ് അപ്രോച്ച് ടു മോട്ടിവേഷൻ. ഇത് സിമ്പിൾ ആണ് കേട്ടോ. ജാപ്പനീസ് അപ്രോച്ച് ടു മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ the Japanese method of motivation has gained increasing popularity around the world over the last few years. കുറച്ച് വർഷങ്ങളായിട്ട് ഈ ജാപ്പനീസ് മെത്തേഡ് ഓഫ് മോട്ടിവേഷന് വലിയ രീതിയിലുള്ള ഒരു പ്രചാരമൊക്കെ വർദ്ധിച്ചു വരുന്നുണ്ട്. This approach is not really a theory. ഇതൊരു തിയറിയോ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു മോഡലോ അല്ലെങ്കിൽ ഒരു മാതൃകയോ ഒന്നുമല്ല. ഇത് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട ഒരു ഫിലോസഫി അല്ലെങ്കിൽ ഇതൊരു തത്വചിന്തയാണ്. ഇതൊരു തിയറിയോ ഒരു മാതൃകയോ ഒന്നുമല്ല, ഇതൊരു തത്വചിന്തയാണ്. The basic tenet of the Japanese approach is that managers and workers should work together as a partners. ആ സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ടോ കേട്ടോ. ഈ ജാപ്പനീസ് തിയറി അല്ലെങ്കിൽ ജാപ്പനീസ് അപ്രോച്ച് അല്ലെങ്കിൽ ഈ ഒരു മോട്ടിവേഷനുമായി ബന്ധപ്പെട്ട ഈ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് അതിന്റെ ഏറ്റവും അടിസ്ഥാന തത്വം എന്ന് പറയുന്നത് ഇവിടെ മാനേജേഴ്സും അതുപോലെ തന്നെ വർക്കേഴ്സും മാനേജറാണ് നീ, ഞങ്ങൾ വർക്കേഴ്സ് ആണ്, അങ്ങനെയൊന്നുമില്ല. ഇവിടെ മാനേജറും വർക്കേഴ്സും പാർട്ട്നേഴ്സ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. മിക്ക കമ്പനികളിലും നിങ്ങൾക്ക് മനസ്സിലാവും പാർട്ട്ണർഷിപ്പ് ആണ് അല്ലെ. ഇവിടെ മാനേജേഴ്സ് എന്നോ വർക്കേഴ്സ് എന്നോ ഇല്ല, എല്ലാവരും മാനേജേഴ്സും വർക്കേഴ്സും പാർട്ട്നേഴ്സ് ആയിട്ട് പങ്കാളികളായിട്ടാണ് പ്രവർത്തിക്കുന്നത്. both of them see themselves as one group. അവരെല്ലാവരും ഒരൊറ്റ ഗ്രൂപ്പായി നിന്ന് പ്രവർത്തിക്കുന്നു, പങ്കാളികളായിട്ട് അല്ലെങ്കിൽ പാർട്ട്നേഴ്സ് ആയിട്ട് പ്രവർത്തിക്കുന്നു. ആൻഡ് ഓൾ മെമ്പേഴ്സ് ആർ കമ്മിറ്റഡ് ആൻഡ് മോട്ടിവേറ്റഡ് ടു വർക്ക് ഇൻ ദ ബെസ്റ്റ് ഇൻട്രസ്റ്റ് ഓഫ് ദ ഓർഗനൈസേഷൻ. അല്ലാതെ മാനേജേഴ്സ് വർക്ക് ചെയ്യാതെ അവരുടെ സബോർഡിനേറ്റ്സിനെ കൊണ്ട് വർക്ക് ചെയ്യിപ്പിക്കുന്ന അങ്ങനെയൊന്നുമില്ല. ഇവിടെ എല്ലാവരും ഒരൊറ്റ ഗ്രൂപ്പായി നിന്നുകൊണ്ട് ഒരേ പ്രതിബദ്ധതയോടുകൂടി അല്ലെങ്കിൽ ഒരേ കമ്മിറ്റ്മെന്റോട് കൂടി ആ ഒരു ഓർഗനൈസേഷന്റെ മികച്ച താല്പര്യങ്ങൾ കാത്തു സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കുകയാണ് ഈ ഒരു മോട്ടിവേഷൻ തിയറിയിൽ പറയുന്നത്. Then one is called an employee. Instead, no one is called an employee. ഇവിടെ നമ്മൾ ഒരാളെയും തൊഴിലാളികൾ എന്ന് വിളിക്കുന്നില്ല, എല്ലാവരെയും നമ്മൾ ടീം മെമ്പർ, ടീം ലീഡർ അല്ലെങ്കിൽ കോച്ച് എന്നൊക്കെയാണ് നമ്മൾ പറയുന്നത്. അതുപോലെ എല്ലാവർക്കും everyone owns a share of the company. ആ ഒരു കമ്പനിയിൽ ആരൊക്കെ പ്രവർത്തിക്കുന്നുണ്ടോ അവർക്ക് എല്ലാവർക്കും ആ കമ്പനിയുടെ ഒരു ഷെയർ അല്ലെങ്കിൽ ഒരു വിഹിതവും ഉണ്ടായിരിക്കും. Like goal setting theory, the Japanese approach is likely to become more common in businesses throughout the world. അപ്പൊ ജാപ്പനീസ് അപ്രോച്ചും ഇതുപോലെ തന്നെ ഗോൾ സെറ്റിംഗ് തിയറി പോലെ തന്നെ നമ്മുടെ എന്താണ് രാജ്യത്ത് ബിസിനസ്സുമായി ബന്ധപ്പെട്ട വേൾഡിലെ ലോകമെമ്പാടുമുള്ള ബിസിനസ്സുകളിൽ ഈ ഒരു സമീപനം കൂടുതൽ സാധാരണമാകാനുണ്ട് അല്ലെങ്കിൽ നോർമലൈസ് ചെയ്യാൻ അല്ലെങ്കിൽ കോമൺ ആയിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. ഇവിടെ ഇത്രയും മാത്രം ഈ ഒരു തിയറിയിൽ മനസ്സിലാക്കിയാൽ മതി. ഇതിന്റെ ബേസിക് ആയിട്ടുള്ള ഒരു തത്വം എന്ന് പറയുന്നത് ഇവിടെ മാനേജേഴ്സും വർക്കേഴ്സും പാർട്ട്നേഴ്സ് ആയിട്ടാണ് വർക്ക് ചെയ്യുക. അപ്പൊ അവിടെ ഒരു മാനേജർ അല്ലെങ്കിൽ ഈ വർക്കേഴ്സ് ആണ് അങ്ങനെയൊന്നുമില്ല, അവരൊരു ഗ്രൂപ്പായിട്ട് നിന്ന് വർക്ക് ചെയ്യുന്നു. അതിലുള്ള എല്ലാ മെമ്പേഴ്സും കൃത്യമായി മോട്ടിവേറ്റഡ് ആയിട്ട് അവരവരുടെ ആ ഒരു കമ്പനിക്ക് അല്ലെങ്കിൽ ആ ഓർഗനൈസേഷൻ ആവശ്യമായ എല്ലാ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാനും അല്ലെങ്കിൽ ആ ഓർഗനൈസേഷന്റെ മികച്ച താല്പര്യങ്ങൾക്ക് അനുസൃതമായിട്ട് പ്രതിബദ്ധതയോടുകൂടി എല്ലാവരും വർക്ക് ചെയ്യും. മനസ്സിലായോ അത്? അതുപോലെ ഇവിടെ ഒരാളെയും നമ്മൾ എംപ്ലോയീസ് അല്ലെങ്കിൽ ഒരു തൊഴിലാളിയാണെന്ന് വിളിക്കുന്നില്ല, മറിച്ച് ആ ഒരു ടീമിലെ മെമ്പർ ആണെന്ന് പറയാം, ടീം ലീഡർ അല്ലെങ്കിൽ കോച്ച് എന്ന രീതിയിലാണ് നമ്മൾ അവരെ വിശേഷിപ്പിക്കുക. അതുപോലെ തന്നെ ഇതിലെ എല്ലാ അംഗങ്ങൾക്കും ആ ഒരു കമ്പനിയുടെ ഷെയർ അല്ലെങ്കിൽ വിഹിതവും ഉണ്ടായിരിക്കും. ക്ലിയർ ആണോ ജാപ്പനീസ് അപ്രോച്ച്? മനസ്സിലായോ? ഇപ്പൊ മിക്ക കമ്പനീസും ഇതായി തുടങ്ങി അല്ലെ, മിക്കവരും ഷെയർ ഹോൾഡേഴ്സ് ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ ഇപ്പൊ 5 പേര് അതിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ 5 പേർക്കും ആ ഒരു കമ്പനിയിൽ ഒരു ഷെയർ ഉണ്ടായിരിക്കും, ഒരേപോലെ ഷെയർ ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരേ ബാധ്യതയാണ് അല്ലെ. ഒരു കമ്പനിയിൽ 5 പേർക്ക് ഷെയർ, 5 പേർക്കും ഒരേ റെസ്പോൺസിബിലിറ്റിയാണ് ആ കമ്പനിയോട് അല്ലേ.
അപ്പൊ അവൻ അതിനനുസരിച്ച് എന്ത് ചെയ്യും? നല്ല രീതിയിൽ പെർഫോം ചെയ്യും. അപ്പൊ അവിടെ ഞാൻ മാനേജറാണ്, നീ എംപ്ലോയി ആണെന്നുള്ള പറച്ചിലൊന്നുമില്ല അല്ലെ. അവരെല്ലാവരും പാർട്ട്നേഴ്സ് അല്ലെങ്കിൽ പങ്കാളികളായിട്ട് വർക്ക് ചെയ്യുന്നു. അതുപോലെ തന്നെ എല്ലാവരെയും നമ്മൾ ടീം മെമ്പർ, ടീം ലീഡർ അല്ലെങ്കിൽ കോച്ച് എന്നൊക്കെ രീതിയിലാണ് വിശേഷിപ്പിക്കുക. എല്ലാവർക്കും ഒരേ രീതിയിലുള്ള കമ്മിറ്റ്മെന്റ് ആണ് ആ ഒരു കമ്പനിയോട് ഉണ്ടാവുക. അത് റിസർച്ച് മോട്ടിവേറ്റഡ് ആയിട്ട് അവർ നന്നായിട്ട് പെർഫോം ചെയ്യുകയും ചെയ്യും. ക്ലിയർ ആണോ? ജാപ്പനീസ് മെത്തേഡ് ഓഫ് മോട്ടിവേഷൻ തിയറി. ഓക്കെ, വേഗം ഒന്ന് വായിച്ചു നോക്കിയത്. വായിച്ചു കഴിഞ്ഞോ? ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ മിസ്സിന് ഇത്ര എടുക്കുന്നുള്ളൂ കേട്ടോ. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സില് മേ ബി ഞാനല്ല ഞങ്ങൾക്ക് ഇറങ്ങുന്നതെങ്കിൽ വന്ദന മിസ് ആയിരിക്കും കേട്ടോ. അടുത്ത ഭാഗം കൂടി കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. ഞാൻ മിസ്സാണ് കയറുന്നതെങ്കിൽ മിസ് തന്നെ ആയിരിക്കും കണ്ടിന്യൂ ചെയ്യാം. അത് ഞങ്ങൾ ഷെയർ ചെയ്താണ് ഈ ഭാഗം എടുക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ഈ ഭാഗം വരുന്ന വരെ ഇവിടെ വരെ ഈ ജാപ്പനീസ് അപ്രോച്ച് ഓഫ് മോട്ടിവേഷൻ വരെ വായിച്ചിട്ട് വരാം. മിസ് നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ ഡൗട്ട്സോ കാര്യങ്ങളോ ചോദിക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു.